നിയമനിർമ്മാണം സബ്ജക്റ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള ധനകാര്യ ബിൽ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ സബ്ജക്റ്റ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള ധനകാര്യ ബിൽ പരിഗണനയ്ക്കെടുക്കണമെന്ന പ്രമേയം ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള ധനകാര്യ ബിൽ പരിഗണനയ്ക്കെടുക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. മിനിസ്റ്റർ കൺക്ലൂസീവ് സ്പീച്ച് അല്ലേ? യെസ്. ഇനി 2025 കേരള ധനകാര്യ ബിൽ സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത് വിയോജനക്കുറിപ്പ് നൽകിയിട്ടുള്ള താഴെ പറയുന്ന അംഗങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. ശ്രീ കെ ബാബു തൃപ്പൂണിത്തറ. സർ, സംസ്ഥാനത്തെ ജനങ്ങളെ വീണ്ടും വീണ്ടും പിഴിയുന്ന നികുതി നിർദ്ദേശങ്ങളാണ് ഈ ധനകാര്യ ബില്ലിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. സാർ, ഇതിനു മുമ്പ് ഡീസൽ സെസ് കൊണ്ടുവന്നു, വസ്തുകരം വർദ്ധിപ്പിച്ചു, വിവിധ സേവനങ്ങളുടെ ഫീസ് വർദ്ധിപ്പിച്ചു. ഇപ്പോൾ കേരള കോർട്ട് ഫീ ആൻഡ് സൂട്ട് വാല്യുവേഷൻ ആക്ട്, കേരള ലാൻഡ് ടാക്സ് ആക്ട്, കേരള ജനറൽ സെൽ ടാക്സ് ആക്ട്, കേരള മോട്ടോർ വെഹിക്കിൾസ് ടാക്സേഷൻ ആക്ട്, ഈ 4 നിയമങ്ങളിലൂടെയും കൂടുതൽ ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. സോ, സംസ്ഥാനത്ത് ധനകാര്യ മാനേജ്മെൻറ്റിലെ വീഴ്ചകൾ മൂലം സംസ്ഥാനം നേരിടുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാൻ സാധാരണ ജനങ്ങളുടെ മേൽ കടുത്ത നികുതി നിർദ്ദേശങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. സാറേ, ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. എന്നാലും ഈ ബഹുമാനപ്പെട്ട മന്ത്രി കൂടെ പറയുന്നത് അടുത്ത കാലത്തായിട്ട് നമ്മൾ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെട്ടു, ട്രൂ ട്രില്യൺ സമ്പദ് വ്യവസ്ഥയിലേക്ക് കിടക്കുകയാണെന്നാണ്. ഈ ട്രില്യൺ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. അടുത്ത ഒരാൾ നമ്മുടെ ധനകാര്യമന്ത്രിയാണ്. അപ്പോൾ ഇത്രയേറെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെട്ട് ട്രൂ ട്രില്യൺ സമ്പദ് വ്യവസ്ഥയിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ എന്തിനാണ് ഈ സാധാരണ ജനങ്ങളെ ഇത്രയേറെ കഠിനമായി പിഴിയുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സാർ, ഇവിടെ ഈ കോടതിയുടെ കാര്യം, കോർട്ട് ഫീസ്, സാർ, ഇവിടെ 2 രൂപ ഉണ്ടായിരുന്ന ജാമ്യാപേക്ഷ മജിസ്ട്രേറ്റ് കോടതിയിൽ 500 രൂപയായി വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശമാണ് ബഹുമാനപ്പെട്ട മന്ത്രി കൊണ്ടുവന്നത്. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള വ്യവഹാരങ്ങൾക്കും കോടതിയുടെ ചെലവ് വളരെ കൂടുതൽ വർദ്ധിപ്പിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് കോടതിയെ സമീപിക്കാൻ പറ്റാത്ത നിലയിലുള്ള നികുതി നിർദ്ദേശങ്ങളാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഈ ബില്ലിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. സാർ, അതുപോലെ തന്നെ വനിതകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും കോടതി ഫീസുകളുടെ കാര്യത്തിൽ ഇളവ് അനുവദിക്കണമെന്ന കോടതി ഫീസ് പരിഷ്കരണ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ ഈ ഗവൺമെൻറ് ഈ കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. മറ്റൊരു കാര്യം, ഈ വാഹന നികുതിയുടെയാണ്. ഇതുപോലെ കോടതിയുമായി ബന്ധപ്പെട്ട ഫീസുകൾ വർദ്ധിപ്പിച്ചതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ട്രസ്റ്റ് ഒരു ബഡ്ജറ്റ് പ്രസംഗത്തിലെ പാരഗ്രാഫ് 939(5) ട്രസ്റ്റ് പ്രോപ്പർട്ടികൾ സംബന്ധിച്ച സൂട്ടുകളുടെ കാര്യത്തിൽ വിപണികൾക്ക് ഇല്ലാത്തവയ്ക്ക് വിപണി വില ഇല്ലാത്തവയ്ക്ക് 1000 രൂപ ഫീസ് എന്നാണ് മന്ത്രി പ്രഖ്യാപിച്ചത്. എന്നാൽ ഈ ധനകാര്യ ബില്ലിൽ അത് 10,000 രൂപയായി ഉയർത്താനുള്ള അവസ്ഥ കൊണ്ടുപോകുന്നുണ്ട്. ഈ കാര്യത്തിലൊരു വ്യക്തത ആവശ്യമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ വാഹനങ്ങളുടെ നികുതി നിലവിൽ എല്ലാത്തരം ഇലക്ട്രിക് വാഹനങ്ങൾക്കും 5% നികുതിയാണ്. എന്നാൽ ഈ ബഡ്ജറ്റ് നിർദ്ദേശങ്ങളിലൂടെ 15 ലക്ഷത്തിന് മുകളിലുള്ള വാഹനങ്ങൾക്ക് 8%, 20 ലക്ഷത്തിന് മുകളിലുള്ളവയ്ക്ക് 10%, ചാർജ് ചെയ്ത ബാറ്ററികൾ മാറ്റിവെക്കുന്നതിന് 10%, നികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നു. സർ, തമിഴ്നാട് ഉൾപ്പെടെ സംസ്ഥാനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി ഇളവ് നൽകുമ്പോഴാണ് കേരളത്തിൽ നികുതി ഉയർത്തുന്നതിന് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം നിരുത്സാഹപ്പെടുത്തുന്നതുമായ തെറ്റായ നിലപാട് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. സാർ, ഇവിടെ ഭൂനികുതി 50% വർദ്ധിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി പറയും ചെറിയ വർധനവാണ്, ഇതുപോലുള്ള ചെറിയ വർധനവുകളിലൂടെയാണ് സാധാരണ ജനങ്ങൾക്ക് ജീവിത പ്രയാസം ഉണ്ടാക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം വന്നുകൊണ്ടിരുന്നത് ഇതിനു മുമ്പും. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കാലാനുസൃതമായി പരിഷ്കരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ
50%, 100%, 250% വർദ്ധിപ്പിക്കുന്ന നിലപാട് ഒരു കാരണവശാലും സ്വീകാര്യമല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സാർ, അതുപോലെ ജനറൽ സെൽ ടാക്സിൻ്റെ കാര്യത്തിൽ ഇവിടെ ഒരുപാട് സംരംഭങ്ങൾ ആരംഭിച്ചു എന്നാണ് അവകാശപ്പെടുന്നത്. സാറേ, ആകെ ഈ 4 വർഷത്തിനുള്ളിൽ 40,000 സംരംഭങ്ങളാണ് പുതിയ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളത്. GST രജിസ്ട്രേഷൻ ആകെ 4 വർഷം കൊണ്ട് 40,000 എന്ന് പറഞ്ഞാൽ GST രജിസ്ട്രേഷൻ ഈ കാര്യത്തിൽ ക്രിയാത്മകമായ യാതൊരു നടപടിയും ഈ വകുപ്പ് സ്വീകരിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. GST രജിസ്ട്രേഷൻ കൂടുന്നില്ല, അതാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നത്. ഉപഭോക്തൃ സംസ്ഥാനം എന്നുള്ള നിലയിൽ GSTയുടെ നിയമത്തിൻ്റെ ഗുണഫലങ്ങൾ ഏറെ ലഭിക്കേണ്ടിയിരുന്നിട്ടും നികുതി ഭരണത്തിലെ കെടുകാര്യസ്ഥത മൂലം അർഹതപ്പെട്ട IGST വിഹിതം ഉൾപ്പെടെ നേടിയെടുക്കാൻ സാധിക്കാത്ത സാഹചര്യം സംസ്ഥാനത്തുണ്ട് എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. സാർ, ഇവിടെ വേറെ 1-2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇടതുപക്ഷ മുന്നണിയിൽപ്പെട്ട MLA-മാരെല്ലാം തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിലൂടെ പ്രഖ്യാപനം നടത്തിയതും 3ാം തുടർ ഭരണമാണ്. ഇവിടെ എല്ലാവരും വലിയ സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ എന്നുള്ളൊരു മട്ടിലാണ് അപ്പുറത്തിരിക്കുന്ന എല്ലാവരുടെയും നിലപാട്. സാർ, വാജ്പേയി ഗവൺമെൻറ് കാലത്ത് 1990 ഒരു ഇന്ത്യ തിളങ്ങുന്നു എന്നുള്ളൊരു ഇന്ത്യ ഈസ് ഗ്ലിറ്ററിങ്, ഇന്ത്യ ഷൈനിങ്. സാർ, എനിക്ക് അതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇവിടെ എല്ലാവരും ഇങ്ങനെ തുടർഭരണം ഉണ്ടാകും, വലിയ നേട്ടങ്ങളെക്കുറിച്ച് ഒരുപാട് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ എനിക്ക് വാജ്പേയി ഗവൺമെൻറ് അവസാന കാലഘട്ടത്തിലെ ഈ പ്രചരണമാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. സാറേ, ഈ ആശാ വർക്കർമാരുടെ സമരത്തിൽ ഞങ്ങൾ എന്തോ വലിയ അപരാധം ചെയ്തു എന്നുള്ള നിലയിലാണ് അപ്പുറത്തിരിക്കുന്നവരെല്ലാവരും പ്രചരണം നടത്തുന്നത്. സാർ, ഇന്നത്തെ മനോരമ പത്രത്തിൽ, മനോരമ നേരത്തെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് നിയമമന്ത്രി ഇവിടെ റെഫർ ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് മനോരമ വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു അത് പറയുന്നത്. തമിഴ്നാട്ടിലൊരു വാർത്തയാണ്. തമിഴ്നാട്ടിൽ CITUവിൻ്റെ നേതാക്കന്മാരെല്ലാം ഉണ്ടല്ലോ, CITUവിൻ്റെ നേതൃത്വത്തിൽ ആശാ വർക്കർമാരുടെ സമരം തമിഴ്നാട്ടിൽ. അപ്പോൾ തമിഴ്നാട്ടിൽ ആശാ വർക്കർമാരുടെ സമരം ന്യായം, അതിനെ അനുകൂലിക്കും. ഇവിടെ ആശാ വർക്കർമാരുടെ സമരത്തെ അനുകൂലിച്ചാൽ ഞങ്ങളെന്തോ അപരാധം ചെയ്തു എന്നുള്ള മട്ടിലാണ്. സാർ, അതുപോലെ ഇവിടെ ഞാൻ നിർത്തണം. ഒരു കാര്യം കൂടി പറഞ്ഞു, സമയം എടുക്കില്ല സാർ. ഞാനധികം ഇല്ല, ഞാനിവിടെ പത്രത്തിൽ വന്നൊരു വാർത്ത പറഞ്ഞതാണ്. ചിത്തരഞ്ജൻ CITUവിൻ്റെ നേതാവാണല്ലോ, വേണമെങ്കിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കാം. ഇവിടെ കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി ചുവപ്പ് കൊടിയുടെ വലിപ്പത്തെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു. ഞങ്ങൾ അതിനെയൊന്നും ചെറുതായി കാണുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രാധാന്യവും എല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ കായംകുളം MLA-യും ചുവപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ഈ ചുവപ്പ് പതാക ഇല്ലെങ്കിൽ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഉണ്ടാകില്ല എന്നുള്ള രീതിയിലാണ് പ്രചരണം നടത്തുന്നത്. ഇവിടെ ബംഗാളിൽ നിന്നുള്ളൊരു വാർത്തയുണ്ട്. എന്താ കാര്യം? ബംഗാളിലെ വാർത്ത എന്താണെന്നറിയോ? ഇന്നത്തെ പത്രത്തിലുള്ളതാണ്. അരിവാൾ ചുറ്റിക മാറ്റി നീലാകാശത്തിൻ്റെ പശ്ചാത്തലത്തിൽ മഞ്ഞ നിറത്തിലുള്ളതാണ് പുതിയ പ്രൊഫൈൽ ചിത്രം. നേരത്തെ ചുവപ്പായിരുന്നു പ്രൊഫൈൽ ചിത്രത്തിൻ്റെ നിറം, ഇപ്പം അത് മഞ്ഞ കളറാക്കി മാറ്റി. ഇനി കേരളത്തിൽ എത്രത്തോളം മാറും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിയ വാർത്തയല്ല, പത്രത്തിൽ വന്ന വാർത്തയാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. ബഹുമാനപ്പെട്ട നിങ്ങളെല്ലാം ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നതാണല്ലോ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ യോഗങ്ങളിലെ തീരുമാനങ്ങൾ പോലും നടപ്പാക്കാൻ വൈകുന്നു. ഇത് പറഞ്ഞ വേറെ ആരുമല്ല, മുഖ്യമന്ത്രി തന്നെയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കൊണ്ട് സഹകരണ വകുപ്പ് മന്ത്രി ഒരു പ്രഖ്യാപനം നടത്തി. സഹകരണ വകുപ്പ് മന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിക്ക് ഒരു പ്രഖ്യാപനം നടത്താനുണ്ട് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഞങ്ങളെല്ലാം വളരെ ആവേശപൂർവ്വം അത് കേൾക്കുകയും ചെയ്തു. എന്താ കാര്യം എന്ന് അറിയാമോ? ഈ വായ്പ ഈട്
വീടാണെങ്കിൽ അത് ജപ്തി ചെയ്യാൻ പാടില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി. വളരെ നല്ല പ്രഖ്യാപനമായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഉറപ്പ് കാറ്റിപ്പുറത്തി കുടുംബം അന്തി ഉറങ്ങുന്നു വരാന്തയിൽ. ഇത് ഒരു ലോക്കലായിട്ടുള്ള സഹകരണ ബാങ്കല്ല, സംസ്ഥാന ബാങ്കാണ്, നമ്മുടെ കേരള ബാങ്കാണ് ഈ ജപ്തി ചെയ്തത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഒരു ഭാഗത്ത്, നടപടികൾ വേറെ ഭാഗത്ത്. ഞാൻ ഈ ധനകാര്യ ബില്ലിനെ എതിർക്കുന്നു. താങ്ക് യു. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സാർ, ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം അപ്രോച്ചിൻ്റെ പ്രശ്നമാണ്. ഇവിടെ സ്വാഭാവികമായിട്ടും ഒരു കാഴ്ചപ്പാടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കാഴ്ചപ്പാടുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാഴ്ചപ്പാടുണ്ട്. പക്ഷേ ഭരണം നമ്മൾ നടത്തുമ്പോൾ ബഹുജനങ്ങളുടെ കാര്യമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്നൊരു തോന്നലുണ്ടാകണം. ഈ ധനകാര്യ ബില്ലിനകത്ത് ആ തോന്നൽ കാണുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. സാർ, ധനകാര്യ ബില്ലിൽ നമ്മൾ വരുമ്പോൾ ഇവിടെ നമ്മളുടെ സംസ്ഥാനത്തെ നെല്ല് സംഭരണം സാർ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? പട്ടിണി പാവങ്ങളുടെ കാർമേഘം മേളിൽ കാണുമ്പോൾ അവൻ്റെ നെഞ്ച് ഉരുകുകയാണ്. എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും സാർ? ആ പ്രദേശത്തൂടെ മനുഷ്യന് യാത്ര ചെയ്യാൻ പറ്റുമോ സാർ? ഈ ധനകാര്യ ബില്ലിനകത്ത് അതിൻ്റെ ഏതെങ്കിലും ഒരു അംശം പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയണ്ടേ സാർ? ഇവിടെ നമ്മുടെ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസിൻ്റെ ചാർജുള്ള മന്ത്രി അദ്ദേഹം തന്നെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് പണം കിട്ടുന്നില്ല എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണ്ടേ? ഇത് പ്രതിപക്ഷ ഭരണകക്ഷി തർക്കമല്ല. അതല്ല, അദ്ദേഹം മറുപടി പറഞ്ഞാണ്. ജെ ബ്ലോക്കല്ലേ കോട്ടയത്ത്? എന്തോ സാർ? കോട്ടയത്ത് ജെ ബ്ലോക്കിലെ നെല്ല് സംഭരണല്ലേ കോട്ടയത്ത്? അതൊക്കെ അദ്ദേഹം അന്ന് മറുപടി പറഞ്ഞതാണ്. അല്ല, ഞാൻ മറുപടിയല്ല, ഞാൻ ഇതിനകത്ത് പരിഹാരം ഉണ്ടാകും. ഇവിടെയല്ലേ അവസാനമായിട്ട് ഇത് പാസ്സാക്കാൻ പോകുന്നത്? ഇവിടെയല്ലേ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കേണ്ടത്? കോട്ടയം എന്നല്ലേ സാർ, പാലക്കാടും ഉണ്ടല്ലോ. പാലക്കാട് അത് എല്ലാത്തിനും കൂടി എല്ലായിടത്തും ഉണ്ടല്ലോ സാർ. തലശ്ശേരിയിലും ഉണ്ട് നെൽകൃഷി. നെല്ലില്ല, കുറവാ നെല്ല്. അതാണ് ഈ കുഴപ്പം. അവിടെയും കൂടെ നെല്ല് വരട്ടെ, എങ്കിലെങ്കിലും ഞങ്ങൾ രക്ഷപ്പെടുമല്ലോ സാർ. കണ്ണൂർ എന്തെങ്കിലും കിളിത്തിരുന്നെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടേനെ എന്നാണ് പൊതുവെ ജനങ്ങളും പറയുന്നത്. അത് പോട്ടെ, അത് ഇതിൻ്റെ ലൈറ്റ് സൈറ്റ് എടുത്താൽ മതി സാർ. ഇവിടെ അതിനൊരു പരിഹാരം എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? ആ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണ്ടേ സാർ? ഇവിടെ നമ്മുടെ ധനകാര്യ ബില്ലിൻ്റെ അകത്ത് ടാക്സ് കൂട്ടുകയാണ്, നിർദ്ദയമായ രൂപത്തിലുള്ള ടാക്സിൻ്റെ വർധനവാണ് സാർ. അത് നീതീകരിക്കത്തക്ക വിധത്തിലുള്ളതാണ് സാർ. ഇപ്പോൾ വന്ന് ഇവിടെ ഒരു പുസ്തകത്തെക്കുറിച്ച് നമ്മളുടെ മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞു. ആ പുസ്തകത്തിനകത്ത് ഞങ്ങളെക്കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് സാർ. ഇന്നലെ ഇറങ്ങിയ വേറൊരു പുസ്തകമുണ്ട് സാർ. ഇന്നലെ ഇറങ്ങിയൊരു പുസ്തകത്തിനകത്ത് ഗാങ്സ്റ്റർ സ്റ്റേറ്റ്, ഇവിടെ ബംഗാളിനെ കുറിച്ചാണ്. ബംഗാളിൽ ഈ അടുത്ത സമയത്ത് ഇറങ്ങിയതാണ്. ആ പുസ്തകത്തിനകത്ത് നിങ്ങളെങ്ങനെ തകർന്നു എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ തകരാതിരിക്കാൻ ഇതെങ്കിലും നിങ്ങൾ ഒന്ന് പരിശോധിക്കാം. നിങ്ങൾ തകരുന്നത് നമുക്കിഷ്ടമില്ല. നിങ്ങൾ തകർന്നാൽ നിങ്ങൾ വിചാരിക്കും ഞങ്ങളങ്ങനെ തോൽപ്പിക്കാൻ ശ്രമിക്കാൻ. ഒന്നുമല്ല, നിങ്ങൾ വയ്ക്കുന്നിടത്തൊക്കെ പിടിച്ച് നിന്ന് എവിടെ നിന്നാലും ഇതിനപ്പുറത്തൊക്കെ ഒന്നും പോകുകയല്ലോ. എന്നാലും നിങ്ങൾ നിൽക്കാവുന്നിടത്തോളം നിന്നോ. ഞങ്ങൾ നിങ്ങൾക്കെതിരല്ല, നിങ്ങൾ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അത് കേരളത്തിൻ്റെ സഹ്യപർവ്വതം കഴിഞ്ഞെങ്കിലേ നിങ്ങൾ കൈ തരൂ. പാർലമെന്ററി മിനിസ്റ്റർ ആ ബുക്ക് കൊണ്ടുവന്നില്ല, നിങ്ങൾ ഇത് പറയായിരുന്നു. എന്തോ പെട്ടെന്ന് ബുക്ക് വന്നല്ലോ. പാർലമെന്ററി മിനിസ്റ്റർ ആ ബുക്ക് കോട്ടയിട്ടില്ലെങ്കിലും അങ്ങ് ഈ ബുക്കിന്റെ പേര് പറയായിരുന്നു. അല്ല, അങ്ങ് ബുക്ക് വായിക്കുന്ന ആളല്ലേ, അതുകൊണ്ട് അങ്ങക്ക് ഇതൊക്കെ നന്നായി മനസ്സിലാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇത് ഈ രൂപത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ടാകരുത്. അതുകൊണ്ട് ഈ പാവപ്പെട്ട പ്രശ്നങ്ങൾ കൂടി, ആളുകളുടെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കണം സാർ. ഇവിടെ കോഓപ്പറേറ്റീവ് ബാങ്ക് ഇന്ന് രാവിലെ നമ്മളുടെ ഇവിടെ ശ്രീ വി എൻ വാസവൻ ഇവിടെ പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞ നടപടിയൊക്കെ കറക്റ്റാണ്. പക്ഷേ അതിൻ്റെ ഫൈനാലിറ്റി വരുമ്പോഴേക്കും വിഷമത്തിലാണ് സാർ. എൻ്റെ അടുത്ത് തന്നെ 4-5 ആളുകൾ വന്നു. 3 സെൻറ്റ് താഴെയുള്ള ഭൂമിയാണ്, നിഷ്കരണമായി ജപ്തി ചെയ്യുകയാണ്, നോട്ടീസ് കൊടുക്കുകയാണ് സാർ. അവരെ വിരട്ടുകയാണ് സാർ. അവിടെ വന്ന് അങ്ങനെ ഉള്ള വാർത്ത കേട്ട് ദുഃഖിച്ച് വരുമ്പോഴാണ് ഈ തിരുവനന്തപുരത്ത് ഒരു പാവപ്പെട്ട അമ്മ വീടിൻ്റെ പുറത്ത് പായ് വിരിച്ച് കിടക്കുകയാണ് സാർ. ഇത് പാവപ്പെട്ടവരെ സഹായിക്കേണ്ടതല്ലേ, സാധുക്കൾക്ക് വേണ്ടിയുള്ളതല്ലേ ഈ ഭരണമാകേണ്ടത്? അതേസമയം അതിനൊന്നും ഒരു പരിഗണനയും കൊടുക്കാത്തുള്ള നിലയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടി ഡെമോക്രാറ്റിക്കാകുക, കുറച്ചുകൂടി ജനങ്ങളുമായിട്ടുള്ള സ്നേഹത്തിൽ പോകും. അതിൻ്റെ ഒരു പ്രതിഫലനം ഈ അപ്രോച്ചിലുണ്ടാകട്ടെ. അതല്ലാതെ വലിയ കാര്യങ്ങളെക്കുറിച്ച് പറയുകയും ചെറിയ കാര്യം പോലും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു നിഷ്ഠൂരമായ സമീപനത്തോട് യോജിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ വിയോജനക്കുറിപ്പിൻ്റെ സാരാംശം. യെസ്, താങ്ക് യു. ശ്രീ എൻ ഷംസുദ്ദീൻ. സർ, ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു. യെസ്, ശ്രീ എൻ ഷംസുദ്ദീൻ. 2025 ഈ ഫിനാൻസ് ബില്ല് നമ്മുടെ ഈ വർഷത്തെ
ബഡ്ജറ്റിലെ പുതിയ നികുതി നിർദ്ദേശങ്ങൾക്ക് പ്രാബല്യം നൽകാനാണ് സർ. ഇതിലിവിടെ എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ ചൂണ്ടിക്കാണിച്ച പോലെ ഇത്തവണത്തെ നികുതി നിർദ്ദേശങ്ങളും രാജ്യത്ത് വളരെ സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും ബാധിക്കുന്നതാണ്. അത് കഴിഞ്ഞ ബഡ്ജറ്റിലും അങ്ങനെ തന്നെയായിരുന്നു. പെട്രോൾ സെസ്സും അതുപോലെ തന്നെ വാഹന നികുതിയൊക്കെ ഏർപ്പെടുത്തിയപ്പോൾ അത് താങ്ങേണ്ടി വന്നത് വളരെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. ഇത്തവണയുമാണെങ്കിൽ കോടതി വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നികുതി കൂട്ടി. അതുപോലെ തന്നെ ഭൂനികുതി വർദ്ധിപ്പിച്ചു. ഭൂനികുതി വർദ്ധിപ്പിച്ചത് സാർ, അത് ഒരു പക്ഷേ അതിൻ്റെ എമൗണ്ട് കുറവായിരിക്കാം എങ്കിൽ പോലും 50%. 100 രൂപ നികുതി കൊടുക്കുന്ന ആൾ 150 കൊടുക്കണം. അതുപോലെ 200 രൂപ നികുതി കൊടുക്കുന്ന ആൾ 300 രൂപ ഒറ്റയടിക്ക് കൊടുക്കണം. അപ്പോൾ ഈ രീതിയിൽ കുറച്ച് റീസണബിൾ അല്ലാത്ത ഒരു ന്യായീകരിക്കാൻ കഴിയാത്ത വർധനവ് ഭൂനികുതിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗഹാൻ രജിസ്ട്രേഷനും ഫീസ് കൂട്ടിയത് സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് ഇതിൽ ഞങ്ങൾ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നത്. സർ, ബഡ്ജറ്റ് വിശകലനം ചെയ്യുമ്പോൾ ഈ ബഡ്ജറ്റിൻ്റെ തുടക്കത്തിൽ ഒരു വലിയ സംഗതിയുണ്ട്. അതായത് ഇതിൻ്റെ ആമുഖത്തിൽ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി പറയുന്നത് കേരള ജനതയ്ക്ക് വലിയ ആശ്വാസമായ ഒരു വാർത്ത പങ്കുവെക്കുന്നു എന്ന ആമുഖത്തോടു കൂടിയാണ് ഇത്തവണത്തെ ബഡ്ജറ്റ് തുടങ്ങിയത്. എന്നിട്ട് അതിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അവകാശപ്പെടുന്നത് കേരള സർക്കാരിനെ ബാധിച്ച രൂക്ഷമായ ധനഞെരുക്കത്തിൽ നിന്നും തീക്ഷ്ണമായ കാലത്തെ കേരളം അതിജീവിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ തുടക്കത്തിൽ വളരെ മനോഹരമായ വാക്കുകളാണ്, കേൾക്കുമ്പോൾ നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. പക്ഷെ ബഡ്ജറ്റിലേക്ക് വന്നാൽ സർ, ഇതൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സർക്കാരിൻ്റെ അവസാനത്തെ ബഡ്ജറ്റാണ്, സമ്പൂർണ്ണ ബഡ്ജറ്റാണ്. എന്തെങ്കിലും പുതിയ ക്ഷേമ പദ്ധതികളോ ആനുകൂല്യങ്ങളോ രാജ്യത്തെ അടിസ്ഥാന വർഗത്തിന്, പാവപ്പെട്ടവർക്ക്, ഏതെങ്കിലും അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ക്ഷേമ പദ്ധതിയും പുതുതായി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സാർ. പിന്നെ നമ്മൾ കാണുന്നത് കേരളം എപ്പോഴും കടക്കണിയിൽ തന്നെയാണ് സാർ. നമ്മുടെ പൊതുകടം 5 ലക്ഷം കോടിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എടുക്കുന്ന കടങ്ങൾ, ഈ കടം മുഴുവനും മുമ്പെടുത്ത കടം വീട്ടാനാണ് 92% വിനിയോഗിക്കുന്നത്. ഇതാണ് AGയുടെ റിപ്പോർട്ടിൽ, CNAGയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കടമെടുത്ത് കടത്തിൻ്റെ കടം വീട്ടി അങ്ങനെ ഒരു വല്ലാത്ത നീരാളിപ്പിടുത്തത്തിലാണ് നമ്മുടെ സംസ്ഥാനം എന്നുള്ള ഒരവസ്ഥയുണ്ട്. അതിൽ ആ കടപരിധി ഇത്രയേറെ വർദ്ധിച്ചത് ഈ കഴിഞ്ഞ 9 കൊല്ലക്കാലം കൊണ്ടാണ്. പിന്നെ സാർ, ഞാൻ ചുരുക്കുകയാണ്. ഇവിടെ ഈ കേന്ദ്രത്തിൻ്റെയും അതുപോലെ തന്നെ CNAGയുടെയും ഒക്കെ നിയന്ത്രണങ്ങൾ വന്നത് പ്രതിപക്ഷം പറഞ്ഞിട്ടാണെന്ന് ഒരു പരാമർശം ഉണ്ടായി. അത് ഞങ്ങൾ കിഫ്ബിയുടെയും പെൻഷൻ ബോർഡിൻ്റെയും കാര്യത്തിൽ പറഞ്ഞിരുന്നു, ഇതിനു വേണ്ടി കടമെടുക്കുന്നത് സംസ്ഥാനത്തിൻ്റെ പൊതുപരിധിയിൽ വരും. കാരണം എന്താ, ഈ കടം വീടുന്നത് നമ്മുടെ പൊതു പണം ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഔട്ട് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആണെങ്കിലും ബഡ്ജറ്റിന് പുറത്തെടുക്കുന്ന കടമാണെങ്കിലും അത് വീടേണ്ടത് നമ്മുടെ പൊതു ഫണ്ടിൽ നിന്നാണ് എന്നുള്ളത് കൊണ്ട് അത് ഇതിനെ ബാധിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞു. അത് പിന്നീട് ആ തത്വം ഇവിടെ പ്രായോഗികമായി എന്നുള്ളതാണ്. കൂട്ടത്തിലൊരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ സാർ, നിങ്ങൾ കിഫ്ബിക്ക് ടോള് വെക്കാൻ പോവുകയാണ്. വല്ലാത്ത പ്രതിസന്ധി അത് ഈ സംസ്ഥാനത്തിൽ ഉണ്ടാക്കും. ഇപ്പോൾ ഈ എല്ലാ റോഡുകളും, ഒട്ടുമിക്ക റോഡുകളും കഴിഞ്ഞ 9 കൊല്ലമായിട്ട് 8 കൊല്ലമായിട്ട് കിഫ്ബിയാണ്. അപ്പോൾ അതിനൊക്കെ 15 കിലോമീറ്റർ ഓടുമ്പോൾ നിങ്ങൾ ടോൾ വെക്കാൻ നിന്നാൽ പല പട്ടണങ്ങളിലും പല പ്രദേശങ്ങളിലും അത് വിഷയമായിരിക്കും. കാരണം എല്ലാ റോഡും കിഫ്ബിയാണ്. ഇതിനൊക്കെ 15 കിലോമീറ്റർ ഓടുമ്പോൾ ടോൾ വെക്കുക. അപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ മണ്ണാർക്കാട് മേലാറ്റൂർ റോഡ് ഇപ്പോൾ കിഫ്ബി ചെയ്യാൻ പോവാണ്. അലനല്ലൂരിൽ നിന്ന് ഒരാൾ യാത്ര തുടങ്ങി അട്ടപ്പാടിയിലെത്തുമ്പോൾ അട്ടപ്പാടി റോഡ് കിഫ്ബിയാണ്. അതുപോലെ തന്നെ മണ്ണാർക്കാട് കോങ്ങാട് റോഡ് കിഫ്ബിയാണ്. ഇതിലൊക്കെ ടോൾ കൊടുക്കാൻ നിന്നാൽ ഞാൻ പറയട്ടെ, ഈ നാട്ടിൽ ഇപ്പം നടക്കുന്ന വർക്കുകൾ ഇതൊക്കെ മുമ്പ് PWD ചെയ്തിരുന്നതാണ്. ആ വർക്കുകൾ നിങ്ങൾ കിഫ്ബിക്ക് കൊടുത്തു. നാട്ടുകാർ പറഞ്ഞിട്ടില്ലല്ലോ. ഇതെല്ലാം കിഫ്ബിക്ക് കൊടുക്കാൻ നാട്ടുകാർ പറഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട അംഗം മനസ്സിലാക്കേണ്ടത് ഇത് എല്ലാവർക്കും ഈ പ്രതിസന്ധി ഉണ്ടാവും. ഞങ്ങളുടെ പ്രദേശങ്ങളിൽ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ടാവും. 15 കിലോമീറ്റർ കൂടുമ്പോൾ ടോൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ മണ്ഡലത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. 50 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ അവിടെ എവിടേക്ക് യാത്ര ചെയ്താലും, കാരണം എല്ലായിടത്തും കിഫ്ബി റോഡാണ്, 50 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ 3 തവണ ടോൾ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നൗഷാദെ വെറുതെ വെച്ച് വെക്കല്ലേ. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയാണ് ഞാനീ പറയണത്.
അതുകൊണ്ട് ആ നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകണം എന്നാണ് സാർ. പിന്നെ ഇപ്പോഴുള്ളൊരു വിഷയം, നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് പറഞ്ഞു നിങ്ങൾ 31 വരെ ബില്ല് കൊടുക്കണ്ട, എല്ലാ ബില്ലും 25-ാം തീയതിക്കുള്ളിൽ കൊടുക്കണമെന്ന്. നമ്മളെ പഞ്ചായത്തുകാരൊക്കെ ഇന്നലെയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ വിളിക്കുന്നുണ്ടാവും. എന്താ പ്രശ്നം? 6 ദിവസം നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് കട്ട് ചെയ്യുന്നത്. 31 വരെ കൊടുക്കാവുന്നത് 25-ന്റെ ഉള്ളിൽ കൊടുക്കണം അല്ലേ? ഇന്നലെ 25 വരെ കൊടുക്കാന്ന് പറഞ്ഞാൽ ഇന്ന് വൈകുന്നേരം വരെ പഞ്ചായത്തുകളുടെ നഗരസഭകളുടെ ബില്ല് സ്വീകരിക്കണം. പക്ഷേ നിങ്ങൾ വാക്കാൽ ഉത്തരവ് കൊടുത്തു, ഇന്നലെ രാവിലെ തന്നെ ക്ലോസ് ചെയ്തു. ഇന്നലെ രാവിലെ മുതൽ ബില്ലുകൾ ക്യൂ ആണ്. സാർ, ഇത് യാഥാർത്ഥ്യമാണ്. പല ജില്ലകളിൽ നിന്നും ആളുകൾ വിളിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ചെയ്തത് ശരിയായില്ല. 31-ാം തീയതി വരെ ഇനി ആ അർത്ഥത്തിൽ ഇപ്പോൾ 2 ദിവസം നഷ്ടപ്പെട്ടു. അതെങ്കിലും അവരൊക്കെ 8-10 മിനിറ്റ് എടുത്തു. ഞാൻ അനുകരണീയ മാതൃക തിരുവഞ്ചൂരിന്റെയാണ്. അതെ. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ തവണ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് പഞ്ചായത്തുകൾക്ക് നഷ്ടപ്പെട്ടത് 2918 കോടി രൂപയാണ്. ഇത്തവണ ഇതുവരെയുള്ള വിനിയോഗം എന്ന് പറയുന്നത് 68%. അതുകൊണ്ട് പഞ്ചായത്തുകൾക്ക് ബില്ലുകൾ സമർപ്പിക്കാൻ ഒരു 2 ദിവസത്തെ സാവകാശം കൂടി കൊടുക്കണമെന്ന് എല്ലാവർക്കും വേണ്ടി, കൂടുതൽ പഞ്ചായത്തുകളതാ, എല്ലാ പഞ്ചായത്തുകാർക്കും വേണ്ടി, മുനിസിപ്പാലിറ്റിക്കാർക്ക് വേണ്ടി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി സാർ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും ഇവിടെ ബഹുമാനപ്പെട്ട സ്പീക്കർ ഇങ്ങനെ നിരന്തരം പറഞ്ഞതുകൊണ്ട് മറ്റ് വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിയോജനക്കുറിപ്പ് ഇവിടെ താങ്ക് യു. ശ്രീ എന്നെ നെല്ലിക്കുന്ന്, തിരുവഞ്ചൂരിനെ അനുകരിക്കാൻ ശ്രമിക്കുക. തിരുവഞ്ചൂരിന് ശരിക്കും നമ്മളെല്ലാവരും അനുഗ്രഹിക്കേണ്ട ആളല്ലോ. ഞാൻ സാറിനെ അനുസരിക്കും. ഓക്കെ സാർ, 2025-26 ബജറ്റ് പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയിൽ നിന്ന് സർക്കാരിന് ലഭിക്കുന്ന വരുമാനം വർദ്ധിക്കുന്നതിനായി അടിസ്ഥാന ഭൂനികുതി സ്ലാബുകളിൽ 50% വർധനവ് വരുത്തുന്നതിന് 1964 കേരള ഭൂനികുതി നിയമം ഭേദഗതി ചെയ്യുന്നതിനുള്ള വ്യവസ്ഥകളാണ് 2025 കേരള ധനകാര്യ ബില്ലിൻ്റെ 3-ാം വകുപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലാണ് ഞാൻ എൻ്റെ വിയോജനക്കുറിപ്പ് നൽകിയിട്ടുള്ളത്. സാറ്, ഈ മൺവെട്ടി, ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിനെ പറയുന്നത് കൈക്കോട്ട് എന്നാണ്. മൺവെട്ടിയെ കണ്ണൂരിലും കൈക്കോട്ട് തന്നെയാണ്. ആ കൈക്കോട്ട് നമ്മളിങ്ങനെ മണ്ണ് ഇങ്ങോട്ട് വലിക്കാനാണ് ഉപയോഗിക്കുന്നത്, അങ്ങോട്ടേക്കില്ല. അതാണ് നമ്മുടെ ധനകാര്യമന്ത്രി എന്നാണ് എനിക്ക് പറയുന്നത്. കഴിഞ്ഞത്ര ജനങ്ങളിൽ നിന്നും ഇങ്ങനെ പണം ഇങ്ങോട്ട് വലിക്കാം, അങ്ങോട്ട്. അപ്പോൾ ഒരു കൈക്കോട്ടിൻ്റെ പണിയാണ് ബഹുമാന്യായ മന്ത്രി ഇപ്പോൾ എടുക്കുന്നത്. അദ്ദേഹം പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്ന്. അദ്ദേഹം പറയുന്നത് ശരിയായിരിക്കുമെന്ന് കരുതി ഞാൻ എൻ്റെ നാട്ടിൽ എല്ലാ ആളുകളോടും പറയും, ബില്ല് മാറി കിട്ടുന്നില്ല. ഞങ്ങളുടെ കരാറുകാർ വന്ന് പറയും ഞങ്ങൾ ഇത്ര കൊല്ലത്തെ പൈസ പെൻഡിങ്ങിലുണ്ട്. ഞാൻ അവരോട് പറയും വെറുതെ കള്ളം പറയല്ല, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ട് അങ്ങനെ ഒന്നുമില്ല എന്ന്. അപ്പോൾ അവരെന്നെ അടിക്കാത്തത് ഭാഗ്യമെന്നാണ് എനിക്ക് മന്ത്രിയോട് പറയാനുള്ളത്. അപ്പോൾ അതാണ്. പിന്നെ സാർ, നമ്മുടെ റവന്യൂ മന്ത്രി ഇല്ല, അദ്ദേഹം കുറേ വില്ലേജ് ഓഫീസുകളുടെ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് നല്ലൊരു ചാൻസ് കിട്ടി അധ്യക്ഷത വഹിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ വില്ലേജ് ഓഫീസുകളുടെ ഉദ്ഘാടനത്തിന് ഞാനും അധ്യക്ഷത വഹിച്ചു. പക്ഷേ ഇപ്പോൾ ആ വില്ലേജ് ഓഫീസുകളിൽ മനോഹരമായ കെട്ടിടമുണ്ട് എന്നല്ലാതെ അതിനകത്ത് ഒരു ഫർണിച്ചറും ഇല്ല. വില്ലേജ് ഓഫീസുകളിൽ സ്റ്റാഫില്ല. ബഹുമാനപ്പെട്ട മന്ത്രി 2013 തറക്കല്ലിട്ടതാണ് കാസർഗോഡ് മെഡിക്കൽ കോളേജ്. അതിൻ്റെ പണി ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കിഫ്ബിയിൽ നിന്ന് ഒരു 160 കോടി റുപ്യ കിട്ടാനുണ്ട്. കിട്ടും, ഇന്ന് കിട്ടും, നാളെ കിട്ടും എന്ന് പറയുന്നുണ്ട്. ഈ നമ്മുടെ ഭാഗ്യക്കുറി ടിക്കറ്റുകാരൻ പറയുന്നത് ഇന്ന് നാളെ എന്ന് പറയുന്നത് പോലെ ഇന്ന് നാളെ എന്ന് നിങ്ങൾ പറയുന്നല്ലാതെ ആ 160 കോടി രൂപ ഇതുവരെ കിട്ടിയിട്ടില്ല. അതൊന്ന് അനുവദിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ കാസർഗോഡ് ജനറൽ ആശുപത്രി കെട്ടിടം നമ്മുടെ നബാർഡിൽ നിന്ന് പണം അനുവദിച്ച് തന്ന ഒരു കെട്ടിടമാണ്. ഇപ്പോൾ നബാർഡ് അതിൻ്റെ പണം നൽകാത്തത് കൊണ്ട് അതിൻ്റെ പണി പകുതിയിലാണ്. ധനകാര്യ വകുപ്പിന് കത്ത് എഴുതിയിട്ടുണ്ട്, ഇതുവരെ ആ പണം ധനകാര്യ വകുപ്പ് നൽകിയിട്ടില്ല. ആ ബിൽഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബഹുമാന്യനായ മുഖ്യമന്ത്രിയാണ് അതിന് തറക്കല്ലിട്ടത്. സാധാരണ ഒരു കെട്ടിടത്തിന് തറക്കല്ലിടുന്നത് കരാറുകാരനൊക്കെ ടെൻഡറൊക്കെ വിളിച്ച് കരാറുകാരനൊക്കെ നിയമിച്ചതിന് ശേഷമാണ് സാധാരണ ഒരു കെട്ടിടത്തിന് തറക്കല്ലിട്ടത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ കെട്ടിടത്തിന് തറക്കല്ലിട്ടത് അന്ന് കരാറും വിളിച്ചിരുന്നില്ല, ടെൻഡറും ആയിരുന്നില്ല, ഒന്നും ആയിരുന്നില്ല. അപ്പോൾ ആ പണം നൽകി ആ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയായാൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും എങ്കിലും ആ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടും. അതുകൊണ്ട് ഞങ്ങളോട് സ്നേഹമില്ലെങ്കിലും മുഖ്യമന്ത്രിയോട് സ്നേഹമുണ്ടെങ്കിൽ ആ കെട്ടിടത്തിന് ആവശ്യമായ പണം അങ്ങ് അനുവദിക്കണമെന്നാണ് പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ സർക്കാർ ഓഫീസുകൾ, ഏത് സർക്കാർ ഓഫീസിൽ പോയാലും സാർ എന്താണ് പറയുന്നത്? കമ്പ്യൂട്ടറില്ല, പേപ്പറില്ല. ഇവിടെ നിയമസഭയിൽ തന്നെ ഞങ്ങൾ MLA-മാർ ഫോട്ടോസ്റ്റേറ്റ് എടുക്കാൻ പോകുമ്പോൾ പറയുന്നത് നാളെ നിങ്ങൾക്ക് ഫോട്ടോസ്റ്റേറ്റ് വേണമെങ്കിൽ പേപ്പറുമായി വരണമെന്നാണ്. അതാണ് നമ്മുടെ
സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നില എന്ന് ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സാറ്, ട്രഷറിയിൽ ഒരു പ്രശ്നവുമില്ല എന്നാണ് അങ്ങ് പറയുന്നത്. ഒരു പ്രശ്നവും ഇല്ല. പണ്ട് ഒരാൾ തെങ്ങിൽ നിന്ന് താഴെ വീണു, കുറേ ആൾക്കാർ കൂട്ടം കൂടി. അപ്പോൾ വഴിയിൽ പോകുന്ന ആൾ ചോദിച്ചു, എന്ത് പറ്റിയത്? ഒന്നും പറ്റില്ല, തല മാത്രം ഇല്ല എന്ന്. അപ്പോൾ അതാണ് സാർ നമ്മുടെ ട്രഷറിയിലെ അവസ്ഥ. ഞാൻ കാസർഗോഡ് സബ് ട്രഷറിയുടെ അടുത്ത് താമസിക്കുന്ന ഒരാളാണ്. ഞാൻ ദിവസവും പോകുമ്പോൾ അവിടെ കുറേ ആളുകൾ ഇങ്ങനെ തളർന്ന് കിടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ചോദിക്കുമ്പോൾ പറയുന്നത് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഒന്നും പറ്റിയിട്ടില്ല, 4 ദിവസമായി ഇവിടെ ഞങ്ങളുടെ ബില്ല് മാറാൻ കാത്ത് കെട്ടിക്കിടക്കുന്നു എന്നാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ അങ്ങ് മാറ്റിയെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സാർ, 2023, 24 അതുപോലെ തന്നെ 24, 25 വർഷങ്ങളിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ APL വിഭാഗം ആൺകുട്ടികൾക്ക് മാത്രമാണ് നമ്മളിപ്പോൾ യൂണിഫോം നൽകുന്നത്, മറ്റു കുട്ടികൾക്ക് നൽകുന്നില്ല. പെൺകുട്ടികൾക്കും SC ST ആൺകുട്ടികൾക്കും യൂണിഫോം വിതരണം ചെയ്തിട്ടില്ല സർ. അതുപോലെ തന്നെ ഇവിടെ വ്യവസായത്തെക്കുറിച്ച് പറയുമ്പോൾ വ്യവസായങ്ങൾ, ഞാൻ ഈ അസംബ്ലിയിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു സർ. ബഹുമാനപ്പെട്ട മന്ത്രി അതേക്കുറിച്ച്, വ്യവസായ മന്ത്രി അതേക്കുറിച്ച് പരാമർശിച്ചിരുന്നു. കേരളത്തിൽ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ എത്ര വ്യവസായങ്ങൾ പൂട്ടി എന്നതിനെക്കുറിച്ചായിരുന്നു എൻ്റെ ചോദ്യം. അതിൻ്റെ ലിസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. 1000-ലധികം പേജുകളുണ്ട്. പൂട്ടിയ സ്ഥാപനങ്ങളുടെ ഇതാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ വ്യവസായം അങ്ങ് വളർന്ന് ആകാശം മുട്ടി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കാസർകോട്ടെ കെല്ല് ഇവിടെ UDFൻ്റെ കാലത്ത് അന്നത്തെ വ്യവസായ മന്ത്രിയായിരുന്ന അഹമ്മദ് സാഹിബ് കാസർകോട്ടിന് നൽകിയ ഒരു സമ്മാനമായിരുന്നു കെല്ല്. ആ കെല്ല് ബെല്ലായി, വീണ്ടും അത് കെല്ലാക്കി. ആ കെല്ലായി മാറുന്നതിൻ്റെ ആഘോഷം ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ ഇപ്പോഴും വഞ്ചി തിരുനക്കര തന്നെ. കെല്ല് ബെല്ലായിട്ടും കാര്യമില്ല, ബെല്ല് കെല്ലായിട്ടും കാര്യമില്ല. അവിടെയുള്ള ജീവനക്കാർക്ക് ആനുകൂല്യങ്ങളും ശമ്പളവും ഒന്നും കിട്ടാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ അവിടെയുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ പോലീസിൻ്റെ സ്ഥിതിയെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എത്ര ആത്മഹത്യകളാണ് സർ പോലീസിൽ നടക്കുന്നത്. പോലീസ് തന്നെ ഈ ഭരണത്തിൽ അസംതൃപ്തരാണ്, പിന്നെയല്ല സാധാരണക്കാരായ ജനങ്ങൾ. സർ, ആശുപത്രികളിൽ മരുന്നില്ല, പെൻഷൻ കിട്ടുന്നില്ല, വിധവാ പെൻഷൻ ഇല്ല. അപ്പോൾ എന്നിട്ട് പറയുന്നത് നമ്മുടെ സാമ്പത്തിക നില വളരെ ഭദ്രമാണ്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണനയെക്കുറിച്ചും കേന്ദ്ര ഗവൺമെൻറ് നമ്മോട് കാണിക്കുന്ന പാർഷ്യാലിറ്റിയെക്കുറിച്ചുമാണ് നമ്മൾക്ക് എപ്പോഴും പറയാനുള്ളത്. സാറ്, ഈ ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നത്? ഞങ്ങളെല്ലാവരും നിങ്ങളെപ്പോലെ തന്നെ ജനങ്ങളെ തിരഞ്ഞെടുത്ത് ജനങ്ങൾ വോട്ട് നൽകി വിജയിച്ച് ഇവിടെ വന്നവരല്ലേ സർ? ഞങ്ങളാരും ഓട് വിളിച്ചിട്ട് ഈ നിയമസഭയുടെ അകത്തേക്ക് കയറിയവരല്ലല്ലോ. ഞങ്ങളോട് എന്താണ് നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങളുടെ ആ ഭാഗത്തുള്ള ചില MLA-മാർ അവരുടെ മണ്ഡലത്തിൽ കിട്ടിയ കോടിക്കണക്കിൽ ഉറുപ്പികയുടെ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ തല താത്തിയിരിക്കേണ്ട അവസ്ഥയാണ് സർ ഞങ്ങൾക്കുള്ളത്. ഞങ്ങളും അവരെ പോലെ തന്നെ MLA-മാരല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ഞങ്ങളോട് പക്ഷപാതിത്വം നിങ്ങൾക്ക് കാണിക്കാം. കേന്ദ്ര ഗവൺമെൻറ് എന്തെങ്കിലും തന്നില്ലെങ്കിൽ അത് പക്ഷപാതിത്വം. പക്ഷേ നിങ്ങളുടെ സ്വന്തം സഹോദരന്മാരെ പോലെ കരുതി പരിലാളിക്കേണ്ട ഞങ്ങളോട് നിങ്ങൾ കാണിക്കുന്നത് എന്ത് എന്നാണ് എനിക്കത് സംബന്ധിച്ച് ചോദിക്കാനുള്ളത്. അപ്പോൾ ധാരാളം അല്ല, അതിൻ്റെ കണക്ക് വേണമെങ്കിൽ ഞാൻ തരാം. നിങ്ങൾ ഞങ്ങളോട് പാർഷ്യാലിറ്റി കാണിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞത്? പാർഷ്യാലിറ്റി കാണിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന കണക്ക് വേണമെങ്കിൽ ഞാൻ മാഷക്ക് തരാം. കാസർഗോഡിന് അല്ല ഇപ്പം നിങ്ങൾ പറയുന്ന ഇപ്പം ഞാൻ പറയട്ടെ, കിപ്പിയിൽ എന്തെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും പദ്ധതി കിട്ടിയാൽ ഞങ്ങൾ ഫ്ലക്സ് വെക്കുന്നുണ്ട്, ഞങ്ങളവിടെ കൊട്ടിഘോഷിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങളെക്കുറിച്ചുള്ള നിങ്ങളെ പരാതി. ആ കിബി ഫണ്ട് നിങ്ങളാരും ഞങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുതന്നതല്ലോ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുതന്ന ഫണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ഫ്ലക്സ് വെക്കുന്നത് വലിയ തെറ്റ് തന്നെയാണ്. കാരണം അതിൻ്റെ അവകാശി ഇത് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ടല്ലേ കിപ്പിയാലും ഏതായാലും ഉള്ള ഫണ്ട്. അതുപോലെ തന്നെ അപ്പോൾ കാസർഗോഡ് വികസന പാക്കേജ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കത്തിൽ നിന്ന് മുളച്ച ഒരാശയമാണ് കാസർഗോഡ് വികസന പാക്കേജ് എന്നത്. ആ വികസന പാക്കേജിൽ ഇപ്പോൾ ചില പദ്ധതികളൊക്കെ
ആ വികസന പാക്കേജിലെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പണം പോലും ചില കരാറുകാർക്ക് കിട്ടുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. അത് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇനിയെങ്കിലും MLA-മാരെ, ഈ സഭയ്ക്കൊക്കെ അകത്തുള്ള എല്ലാ MLA-മാരെയും ഒരേപോലെ കാണുവാനും ഒരേപോലെയുള്ള മറ്റുള്ളവരോട് കാണിക്കുന്ന സ്നേഹം ഞങ്ങളോടും കാണിക്കുവാനും ഞങ്ങൾ തയ്യാറാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ശ്രീ മോൻസ് ജോസഫ്, അങ്ങേക്ക് സംസാരിക്കും. സാർ, നമ്മുടെ ഫിനാൻസ് ബില്ലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് ഉന്നയിക്കാനുള്ളത് ഈ ഭൂനികുതി 50% വർദ്ധിപ്പിച്ചത് പിൻവലിക്കുന്നതിനുള്ള ഒരു നിലപാട് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി എടുക്കണം. ഈ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം സ്റ്റേറ്റ് ഒട്ടാകെ എല്ലാ പ്രദേശങ്ങളിലും കർഷകരും ഇടത്തരക്കാരും സാധാരണ മനുഷ്യരും ഭൂനികുതി വർധനവ് ഏറ്റവും വലിയ ഉപദ്രവമായി പൊതുവെ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. മാധ്യമങ്ങൾ മുഴുവൻ അത് ആ നിലയിലാണ് റിപ്പോർട്ട് ചെയ്തത്. സാർ, ഇത് പിൻവലിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അതിന് ഭേദഗതി വരുത്തുന്നതിനുള്ള ഒരു ന്യായമായ വർധനവ് എന്ന തലത്തിൽ ആനുപാതികമായ വർധനവ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഈ 50% വർധനവ് എന്ന് പറയുന്നത് സർക്കാർ ചെയ്യുന്നൊരു കൊള്ളയായി മാറിയിരിക്കുകയാണ്. സാർ, അത് തീർച്ചയായിട്ടും മാറ്റം വരുത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സാർ, അതുപോലെ തന്നെ ഈ കോർട്ട് ഫീസ്, കോടതി വ്യവഹാര ചെലവ് അന്യായമായി കൂട്ടിയിരിക്കുകയാണ്. സാധാരണക്കാരായ മനുഷ്യർക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി കോടതിയെ ആശ്രയിക്കേണ്ടി വരുന്ന പാവങ്ങൾ, അവർക്കിത് കോടതി പോക്ക് തന്നെ ഉപേക്ഷിക്കേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് നമ്മുടെ ഈ കോർട്ട് ഫീസ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ അന്യായമായ വർധന വന്നിരിക്കുന്നത്. അതുകൊണ്ട് അന്യായമായ ഈ കോടതി ഫീസുകളും വ്യവഹാര ചെലവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഫീസ് നിരക്കുകൾ, അതിനകത്തും ഒരു ന്യായമായ ഒരു ഇളവ് അനുവദിച്ചുകൊണ്ട് മാറ്റം വരുത്തുവാൻ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സാർ, ഇവിടെ ഷംസുദ്ദീൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഞാൻ ഇന്നലെ ഫിനാൻസ് ബില്ലിൻ്റെ ചർച്ചയിൽ പങ്കെടുത്ത സമയത്ത് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പഞ്ചായത്തുകളുടെ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള സമയപരിധി അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ മാർച്ച് 30, 31 2 ദിവസം അവധിയാണ്. 30, 31 അവധിയാവുന്നു. ഇപ്പോൾ തന്നെ സെർവറെല്ലാം സ്ലോ ആയിരിക്കുന്നു. അവിടെ വലിയൊരു ക്രൈസിസിലേക്ക് പഞ്ചായത്തുകൾ വരികയാണ്. നമുക്കറിയാം, ജനുവരി മാസമാണ് അവരുടെ അലോട്ട്മെൻറ്റ് വരുന്നത്. ഫെബ്രുവരിയിലാണ് അവരുടെ DPC കൂടി അംഗീകാരം കിട്ടുന്നത്. മാർച്ചിലാണ് വർക്ക് അറേഞ്ച് ചെയ്യുന്നത്. ഇതെവിടെ നടക്കാനാണ്? അപ്പോൾ ഇങ്ങനെയുള്ളൊരു വലിയ പ്രതിസന്ധി നേരിട്ടതിന് ശേഷമാണ് അവർ ബില്ല് സബ്മിറ്റ് ചെയ്യുന്നതിലേക്ക് വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ലോക്കൽ ബോഡീസിൻ്റെ ഗുരുതരമായൊരു പ്രശ്നം എന്ന നിലയിലാണ് അത് ചൂണ്ടിക്കാണിച്ചുള്ളത്. ആവർത്തിച്ച് ഞങ്ങൾ പറയുന്നു, ഇക്കാര്യത്തിൽ ഫിനാൻസ് മിനിസ്റ്റർ ആവശ്യമായ ഒരു നിർദ്ദേശം കൊടുത്ത് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സാർ, അതുപോലെ തന്നെ എനിക്ക് വളരെ ഗവൺമെൻറ്റിന് മുമ്പിൽ വെക്കാനുള്ള റിക്വസ്റ്റ്, ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ കൊടുത്തു തീർക്കാനുള്ള പണം ഇപ്രാവശ്യം സംഭരണം മൊത്തം പരാജയപ്പെടുകയാണ്. അത് തന്നെ ഒരു വലിയ പ്രശ്നമാണ്. അത് സത്യത്തിൽ ധനകാര്യ വകുപ്പ്, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിനെയും അതുപോലെ തന്നെ നമ്മുടെ കൃഷി വകുപ്പിൻ്റെയും ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും കൂടെ ഇരുത്തി ഇതിൽ കാര്യമായി സഹകരണ വകുപ്പിനെ കൂടെ സഹകരിക്കണം. കാരണം ഈ PRS വഴി കൊടുക്കുന്നതൊന്നും കൃഷിക്കാരന് വലിയ പ്രതിസന്ധിയിലേക്കാണ് അവൻ എത്തിക്കുന്നത്. അതുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ ധനകാര്യമന്ത്രി മുൻകൈ എടുത്തുകൊണ്ട് നമുക്ക് ബഡ്ജറ്റിലൂടെ അലോട്ട്മെൻറ്റ് കൊടുത്ത് ഗവൺമെൻറ് നേരിട്ട് നെല്ല് സംഭരിക്കുന്ന ഒരു സിസ്റ്റം ഭാവിയിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയിലേക്ക് വരാൻ കഴിയണം. അതുകൊണ്ട് മുൻകാലങ്ങളിലുള്ള കുടിശ്ശികയെങ്കിലും ഒന്ന് കൊടുത്തു തീർക്കാൻ കഴിയുന്ന വിധത്തിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇടപെടൽ നടത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സർ, അതുപോലെ ഞാൻ ഇന്നലെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി, നമ്മൾ MLA-മാരെ എല്ലാവരെയും ബാധിക്കുന്ന, സ്റ്റേറ്റിൻ്റെ മുഴുവൻ വികസന കാര്യങ്ങളെയും ബാധിക്കുന്ന ഒരു പൊതു പ്രശ്നമാണ് നമ്മുടെ DSR പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഏപ്രിൽ 1 മുതൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി DSR പുതുക്കാൻ ബഡ്ജറ്റിലൂടെ തീരുമാനമെടുത്തത് ഏറ്റവും നല്ല കാര്യമാണ്. അതിനെ സ്വാഗതം ചെയ്തു. അത് നടപ്പാക്കുമ്പോൾ, ഏപ്രിൽ 1 മുതൽ നടപ്പാക്കുമ്പോൾ അതിൻ്റെ അനുബന്ധമായി വരാൻ പോകുന്ന പ്രതിസന്ധി ഞാൻ ഇന്നലെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. MLA-മാർ നമ്മളെല്ലാവരും നേരിടാൻ പോകുന്നൊരു പ്രശ്നമാണ്. ഇപ്പോൾ നിൽക്കുന്ന AS കൊടുത്ത വർക്കുകൾ, അറേഞ്ച് ചെയ്ത വർക്കുകൾ, ആ വർക്കുകൾ മുഴുവൻ ഈ 1-ാം തീയതി മുതൽ ഇനി വരുന്ന എസ്റ്റിമേറ്റ് പുതുക്കിയെടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വീണ്ടും വരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ 1 നിന്ന് തുടങ്ങുകയാണ്. അപ്പോൾ അതെല്ലാം റെഡിയായി വരുമ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷന് സമയമാവും, പിന്നെ നിയമസഭാ ഇലക്ഷൻ സമയമാവും. ഈ സാമ്പത്തിക വർഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാത്ത അവസ്ഥയിലേക്ക് പോകും. സാർ, അതുകൊണ്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കുവാൻ ഇതിനു മുൻപ് സ്റ്റേറ്റിൽ ചെയ്തിട്ടുള്ള പോലെ കോസ്റ്റ് ഡിഫറൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ പരിഹരിക്കുന്നതാണ് മുൻപ് കേരളത്തിൽ സംസ്ഥാനത്ത് ചെയ്തിട്ടുള്ളത്. ധനകാര്യ വകുപ്പ് തന്നെ ആ നില ചെയ്തിട്ടുണ്ട്. ചെറിയ വ്യത്യാസം മാത്രം, ബഹുമാനപ്പെട്ട ഫിനാൻസ് മിനിസ്റ്റർ അത് പരിശോധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ഒരു 5% വ്യത്യാസം മാത്രമാണ് കൂടിപ്പോയാൽ വരാൻ പോകുന്നത്. ഒരു സമയപരിധി വയ്ക്കുന്നതിൽ തെറ്റില്ല. കാരണം ഇത് മുൻകാലങ്ങൾ എന്ന് പറഞ്ഞ് ദീർഘകാലത്തേക്ക് വേണ്ടി നമുക്ക് അങ്ങനെ സാമ്പത്തികമായ ആനുകൂല്യം കൊടുക്കാൻ കഴിയില്ല. ഒരു സമയപരിധി വെച്ചുകൊണ്ട് ഇത്ര വർഷത്തിൽ അല്ലെങ്കിൽ ഇന്ന സമയപരിധിക്കുള്ളിൽ വന്ന AS കൊടുത്തത് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്ത വർക്കുകൾക്ക് ഈ കോസ്റ്റ് ഡിഫറൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഇപ്പോൾ വരുന്ന DSR പുതുക്കി നിശ്ചയിച്ചതിൻ്റെ ഭാഗമായി അനുബന്ധമായി വരാൻ പോകുന്ന പ്രതിസന്ധിയെ ഗവൺമെൻറ് പരിഹരിക്കണം എന്നുകൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. സാർ, ഈ സമയപരിമിതി കണക്കിലെടുത്തുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഞാൻ എൻ്റെ വിയോജിപ്പ്
രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ചുരുക്കുന്നു. താങ്ക് യു. ശ്രീ സനീഷ് കുമാർ ജോസഫ് ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ AP അനിൽകുമാറിന് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള ധനകാര്യ ബിൽ പൊതുജനാഭിപ്രായം നേടുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന 1A നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. ഞാൻ ഈ ഭേദഗതി മൂവ് ചെയ്യുകയാണ്. സർ, ഈ ഗവൺമെൻറ് ഈ ഒരു സെഷനിൽ നിയമസഭയിൽ പ്രത്യേകിച്ച് എല്ലാ വകുപ്പുകളും എങ്ങനെ PR വർക്ക് നടത്താം എന്നതിനെക്കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. ഓരോ വകുപ്പും അത് ഓരോ രീതിയിൽ നടത്തി. സർ, ഇവിടെ ധനകാര്യ മന്ത്രി നടത്തിയ PR വർക്കിൻ്റെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് ആദ്യം 2 ലക്ഷം കോടിയായിരുന്നു. പിന്നെ അതൊന്നും കൂടി മോഡിഫൈ ചെയ്ത് 2 ട്രില്യൺ എന്ന് പറഞ്ഞിരിക്കുകയാണ്. സർ, ഞാൻ ഒരു മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ധനകാര്യ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ബഡ്ജറ്റ് രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ വരവ് ചെലവ് കണക്കുകളും നമുക്ക് വരുമാന സ്രോതസ്സുകളും വരാൻ സാധ്യതയുള്ള കാര്യങ്ങളും ഒക്കെ കണക്ക് കൂട്ടി ബഡ്ജറ്റിനകത്ത് നല്ല രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റി ഉണ്ട് എന്നുള്ള എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. പക്ഷേ യാഥാർത്ഥ്യബോധത്തോടു കൂടിയാണ് പലപ്പോഴും മന്ത്രിമാരൊക്കെ അങ്ങനെയൊക്കെ ആണെങ്കിലും ബഡ്ജറ്റ് അവതരിപ്പിക്കാറുള്ളത്. സർ, ഏറ്റവും ആധികാരികമായ രേഖയാണ് ബഡ്ജറ്റ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ആ ബഡ്ജറ്റ് ഡോക്യുമെൻ്റ് പോലും PR വർക്കിനുള്ള ഒരു ആയുധമാക്കി മാറ്റിയ ഗവൺമെൻറ്റാണ് ഇവിടുത്തെ LDF ഗവൺമെൻറ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാനത് പറയാൻ കാരണം, അദ്ദേഹം ആദ്യം 2 ലക്ഷം കോടിയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അത് ശ്രദ്ധിച്ചില്ല. പിന്നെ 2 ലക്ഷം മാറി 2 ട്രില്യൺ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു അജണ്ടയുണ്ട് എന്ന് ബോധ്യമായി. 2 ട്രില്യൺ അത് സംസ്ഥാന ഗവൺമെൻറ് ഇത്രയും വലിയ റവന്യൂ റെസിപ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നു പറയുമ്പോൾ ജനങ്ങൾക്കിടയിൽ വലിയ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കഴിയും. എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് അങ്ങ് മറുപടി പറയുമ്പോൾ 2022-23 നമ്മുടെ BE എത്രയായിരുന്നു? BE എന്ന് പറയുന്നത് 1,73,587. അത് കഴിഞ്ഞ് നമ്മളത് വീണ്ടും റിവേഴ്സ് എസ്റ്റിമേറ്റ് റിവേഴ്സ് എസ്റ്റിമേറ്റിലേക്ക് വന്നപ്പോൾ 1,66,197. പക്ഷേ ആക്ച്വൽ എത്രയാ സർ? ആക്ച്വൽ വരുന്നത് 1,58,738. സർ, 2023-24 എടുത്തു കഴിഞ്ഞാൽ BE എത്രയായിരുന്നു സർ? 1,76,088. എത്ര അക്കൗണ്ട് ചെയ്ത് 1,59,506. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് 2022 2023 ഈ 2022 2023 2023-24 വന്നപ്പോൾ എത്രയാ സർ വർധനവ്? റവന്യൂ റെസിപ്റ്റിൻ്റെ വർധനവ് എന്ന് പറയുന്നത് 1000 കോടി പോലും ഇല്ല എന്നങ്ങ് മനസ്സിലാക്കണം. അവിടെ നിന്നാണ് അദ്ദേഹം അങ്ങ് നേരെ 2024-25 പോകുന്നത്. 2024-25 ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് 1,84,327. റിവൈസ് എസ്റ്റിമേറ്റ് 1,78,701. സർ, 1,59 2023-24 നിൽക്കുമ്പോൾ ഈ സ്വാഭാവികം 2024-25 ആക്ച്വൽ എത്ര വരും സർ? എത്ര വർധന ഉണ്ടാവും? അങ്ങേക്ക് വേണമെങ്കിൽ മുൻ വർഷം 1000 ആണെങ്കിൽ 6,000 കോടിയുടെ വർധന അങ്ങ് പ്രതീക്ഷിക്കാം. ഓക്കെ, എന്നാൽ എത്ര സർ വരിക? 1,65,000. ഈ പ്രാവശ്യം നിങ്ങൾ എത്ര ചെയ്തത്? ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് എത്ര സർ? 1,68,000 വേണം പ്രതീക്ഷിക്കാവുന്നിടത്ത് 1,98,000. അതാണ് അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന 2 ട്രില്യൺ എന്ന് പറയുന്നത്. ഞാൻ ചാലഞ്ച് ചെയ്യുന്നു സർ, അങ്ങേക്കുള്ള ഏറ്റവും വലിയ ഒരു അനുകൂല ഘടകം എന്ന് പറയുന്നത് 2025-26 ആക്ച്വൽ വരുന്നത് സ്വാഭാവികമായിട്ട് അടുത്ത ഗവൺമെൻറ് അത് പറയേണ്ട ഉത്തരം വരികയുള്ളൂ. അടുത്ത ധനകാര്യമന്ത്രി വരുമ്പോഴേ അത് അക്കൗണ്ട് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങേക്ക് വേണമെങ്കിൽ 2 ലക്ഷം എന്ന് പറഞ്ഞത് അങ്ങ് കാണിച്ചൊരു വിനയമായി ഞാൻ കാണുക. വേണമെങ്കിൽ 2.5 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ യഥാർത്ഥ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് 1,70,000 കോടി പോലും നമുക്ക് അക്കൗണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന ഒരു യാഥാർത്ഥ്യം കാണണം സർ. അപ്പോൾ ആ രീതിയിൽ ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിനകത്ത് നിങ്ങൾ വലിയ രീതിയിൽ ഇത് പെരുപ്പിച്ച് കാണിച്ച് 2 ലക്ഷം ടോട്ടൽ റവന്യൂ റെസിപ്റ്റിലേക്ക് കേരളം പോകുന്നു, 2 ട്രില്യണിലേക്ക് പോകുന്നു എന്നൊക്കെ ആളുകളെ പറഞ്ഞ് ഭയപ്പെടുത്തി പുകമറ സൃഷ്ടിച്ച് സാമ്പത്തിക രംഗം വളരെ നല്ല രീതിയിൽ ഫ്ലറിഷ്ഡ് ആണെന്ന് വരുത്താനുള്ള ഈ ശ്രമമല്ല സർ. ഞാൻ പറയുന്നു 1,70,000 കൂടുതൽ ₹1 അവിടേക്ക് തന്നെ എത്തുമോ എന്ന് കണ്ടറിയണം സർ. നമ്മുടെ മൊത്തം ഗ്രോത്ത് ടാക്സിൻ്റെയും മറ്റു കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് പോലും എത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ് സാർ ഉള്ളത്. അറിയാമോ, നരേന്ദ്രമോദി പോലും വലിയ അവകാശവാദങ്ങൾ ഉയർത്തുന്ന നരേന്ദ്രമോദി പോലും $5 ട്രില്യൺ പറ്റിയാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ ബാലഗോപാലിൻ്റെ അവകാശവാദം. ഞാൻ പറയുന്നത് ഈ കാര്യത്തിൽ ഒരു യഥാർത്ഥ ചിത്രം പറയണ്ട സർ. നമ്മുടെ ഒരു അവസ്ഥ ഇന്നലകളിലൂടെ കടന്നു വന്ന ഓരോ വർഷവും നമുക്കിതൊക്കെ ചെയ്യുന്നല്ലേ. അപ്പോൾ അക്കാര്യത്തിൽ അങ്ങ് ജനങ്ങളെ
അതുപോലെ ഈ സഭയെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ്. അങ്ങയുടെ PR വർക്ക് 2 ട്രില്യൺ എന്നുള്ളത് അത് പുറത്ത് ഞാൻ പൊളിച്ചടക്കുക എന്നുള്ളത് തന്നെയാണ് സാർ ഞങ്ങളുടെ ഉത്തരവാദിത്വം. ഓരോ മന്ത്രിമാരും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. യാഥാർത്ഥ്യം ഒന്ന്, പ്രചരണം ഒന്ന്. പക്ഷേ ഇത് പ്രചരണം എന്നുള്ളത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. സമയം സാർ പ്രശാന്ത്, എനിക്ക് സമയമില്ല. ബഡ്ജറ്റ് രേഖകൾക്കൊപ്പം സിറ്റിസൺസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞൊരു ഒരു പുസ്തകം കൂടി തന്നിരുന്നു. അതിനകത്ത് കൃത്യമായിട്ട് ഈ രേഖകൾ വന്നിട്ടുള്ളത് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഇതിനകത്ത് വരുന്ന പ്രശാന്ത്, നമ്മൾ ഇത്രയും കാര്യങ്ങൾ ആധികാരികമായിട്ട് പറയുന്ന മന്ത്രിക്കാരാണ്. ഇതിനകത്ത് ബഡ്ജറ്റ് ആൻഡ് ട്രാൻസ്ഫറാണ്. നമുക്ക് ഇതിനകത്ത് ബഡ്ജറ്റ് ആൻഡ് ബ്രീഫിലാണ് പ്രധാനമായി ഇതിൽ യഥാർത്ഥ ഡോക്യുമെൻ്റ് വരിക, യഥാർത്ഥ സൂചികകൾ വരിക. അപ്പോൾ അതാണ് ബേസ്. ഗവൺമെൻറ് തരുന്നതാണ് ഈ സൂചികളൊക്കെ തന്നെ. അപ്പോൾ ബഡ്ജറ്റ് ആൻഡ് ബ്രീഫിലെ കറക്റ്റ് ചിത്രമാണ്. അതിനകത്ത് ഞാൻ മാറി സഞ്ചരിച്ചിട്ടേ ഇല്ല. അതിനകത്തുള്ള കണക്കുകളാണ് ഞാനിവിടെ പറയുന്നത്. സാർ അതുപോലെ തന്നെ സാർ അങ്ങ് പറയുന്ന ഒരു കാര്യം, ഇതിനകത്ത് ബഡ്ജറ്റ് ആൻഡ് ബ്രീഫിൽ നമ്മളെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യത്തിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 2022-23 നിങ്ങൾ 2022-23 21,634 2023-24 വരുമ്പോൾ അത് കുറഞ്ഞിരിക്കുകയാണ് സാർ. 20,698 വന്നിരിക്കുകയാണ് സാർ. ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറൊക്കെ കാണിക്കുന്ന താഴോട്ടുള്ള ഒരു വളർച്ചയാണ്. അപ്പോൾ ഓരോ കാര്യം ഞാൻ സമയപരിമിതി കൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അതോടൊപ്പം തന്നെ സർ ഫിസിക്കൽ ഡെഫിസിറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അങ്ങ് പറയുന്ന ഈ കണക്കുകൾ, അതുപോലെ റവന്യൂ ഡെഫിസിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങ് തന്ന കണക്കനുസരിച്ച് റവന്യൂ ഡെഫിസിറ്റ് 0.90 2022-23, 1.59 2023-24, 2.120 2024-25 ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്. പക്ഷേ 2024-25 വരുമ്പോൾ റിവൈസ് എസ്റ്റിമേറ്റ് 2.29. അങ്ങേക്കറിയാലോ, അച്ഛന് വരുമ്പോഴേക്ക് അത് 3 വരും. ഇതൊക്കെ വലിയ രീതിയിൽ വളർച്ച ഉണ്ടാകുന്ന മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്ന അങ്ങ് ഈ കാര്യങ്ങളിലൊക്കെ നമ്മുടെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട KSBയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണക്കുകളൊന്നും ഇത് വരാതെയാണ് ഈ രീതിയിൽ റവന്യൂ ഡെഫിസിറ്റ് കുറച്ച് കാണിക്കാൻ അങ്ങ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കണക്കുകളിൽ ഒരു വളർച്ച തന്നെയാണ് അവിടെയും കാണുന്നത്. താഴോട്ടല്ല വരുന്നത്, മുകളിലോട്ടാണ് പോകുന്നത്. സാർ അതിലേറെ അങ്ങ് മറുപടി പറയുമ്പോൾ ഒരു കാര്യം പറയേണ്ടത്, ബഡ്ജറ്റ് ആൻഡ് ബ്രീഫിൽ പേജ് A210 ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ് ഓൺ ഇലക്ട്രിസിറ്റി. സാർ അതൊന്ന് നോക്കണം. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. 2022-23 നമ്മൾ പ്രതീക്ഷിക്കുന്ന 72.35. അതുപോലെ 23-24 നമ്മൾ നമുക്ക് അക്കൗണ്ട് ചെയ്താണ് പ്രതീക്ഷിക്കുന്ന അക്കൗണ്ട് ചെയ്ത് 85.49. സാർ അത് തൊട്ടടുത്ത BE 2024-25 വരുമ്പോൾ സാർ 1,100 കോടിയാണ്. 1,100 കോടിയാണ് BE കാണിക്കുന്നത് സാർ. അത് പക്ഷേ നേരെ റിവൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 100 കോടിയിലേക്ക് വന്നു. 1,100 നേരെ 100ലേക്ക് വരികയാണ്. അത് കഴിഞ്ഞ് 25-26 എടുത്ത് നോക്കുമ്പോൾ സാർ വീണ്ടും 1,100 കോടിയാണ് സാർ. അപ്പം എന്താണ് ഈ രീതിയിൽ? ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സൂചികകളാണ് നമ്മുടെ സാമ്പത്തിക ധനകാര്യ കണക്കുകളുടെ, ഗവൺമെൻറ്റിൻ്റെ കണക്കുകളുടെ ഈ സൂചികകളിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വരുന്നത്? അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ ബഡ്ജറ്റ് ഡോക്യുമെൻ്റ് പോലും നിങ്ങൾ എങ്ങനെ PR വർക്കിന് വേണ്ടി വിനിയോഗിക്കാം എന്നാണ് സാർ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാർ യഥാർത്ഥ ഒരു ചിത്രം എന്ന് പറയുന്നത് ഇതാണോ? ഇവരൊക്കെ എല്ലാവരും സൂചിപ്പിച്ചില്ലേ, കേരളത്തിൻ്റെ ചിത്രം ഇതാണോ? ഈ രീതിയിൽ കാര്യങ്ങൾ പറയുമ്പോഴും നമ്മുടെ ഏറ്റവും ഇൻഫ്ലേഷൻ എവിടെയാണ് സാർ? ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ 3.61% ആണ് സാർ. ഞാനത് എടുത്ത് നോക്കാം, കേരളത്തിലെ റേറ്റ് എന്ന് പറയുന്നത് 7.3% ആണ് സാർ. സാർ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഛത്തീസ്ഗഡ് 4.9. അങ്ങ് ഈ തെലങ്കാനയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. തെലങ്കാന 1.3% ആണ് സാർ. സാർ ഇത്രയും ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ നമ്മുടെ വരുമാനത്തിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, അതിരൂക്ഷമായ വിലക്കയറ്റമാണ് സാർ. സാർ നിങ്ങൾ ആശാ സമരമൊക്കെ നടക്കുമ്പോൾ അംഗൻവാടി ടീച്ചർമാർ സമരം നടത്തുന്നു, ആശാ വർക്കർമാർ സമരം നടത്തുന്നു, അവർ 7,000 രൂപ ഞങ്ങൾ കൊടുക്കുന്നു എന്ന് വലിയ ഔദാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക സാർ. എന്താ സാർ 7,000 കോടി രൂപ കൊണ്ട് കഴിയുക? 7,000 രൂപ കൊണ്ട് കഴിയുക സാർ. ഞാനൊരു കണക്കെടുത്ത് നോക്കിയാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാതെ പോവുകയാണ്. കാരണം ജനങ്ങൾ ഇതുകൊണ്ടൊക്കെ പൊരുത്തപ്പെട്ടു പോയി. ഇന്ന് വിലക്കയറ്റം എന്ന് പറയുന്നത് അവൻ്റെ വിധിയാണ് എന്ന് വിൽക്കുകയാണ്. വിലക്കയറ്റത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അനുഭവിക്കാൻ തയ്യാറാണ്. ഒരു രക്ഷയുമില്ല. ഈ ഗവൺമെൻറ് വിലക്കയറ്റത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഗവൺമെൻറ്റിൻ്റെ വഴിക്ക് പോകും, ഞങ്ങളുടെ വിധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനുഭവിക്കുന്ന ഒരു തലത്തിലേക്ക് കേരളത്തിലെ ജനങ്ങൾ മാറിയിരിക്കുകയാണ് സാർ. ഞാൻ കഴിഞ്ഞ തവണത്തെയും ഇത്തവണത്തെയും 1 വർഷം 8 മാസത്തെ മാറ്റമാണ് സാർ പറയുന്നത്. നമ്മൾ അരി ജയയ്ക്ക് 1 കിലോന് 32 രൂപയുള്ളടുത്ത് ഇന്ന് സാർ 2025 മാർച്ച് 25 ഇന്ന്
പറയുന്നത് 48 രൂപയാണ്. അങ്ങനെ അന്വേഷിക്കാം, പൊതു മാർക്കറ്റിൽ അന്വേഷിക്കാം. 32 രൂപ എന്നുള്ള 48 രൂപ. സർ, പഞ്ചസാര 32 രൂപ ഉണ്ടായിരുന്നു, ഇന്ന് മാർക്കറ്റിലെ വില എന്ന് പറയുന്നത് 46 രൂപയാണ്. സർ, തുവരപ്പരിപ്പ് 80 രൂപ എന്ന് പറയുന്നത് ഇന്ന് മാർക്കറ്റിലെ വില 140 രൂപയാണ്. സർ, ഉഴുന്നുപരിപ്പ് 80 രൂപ എന്ന് പറയുന്നത് ഇന്ന് മാർക്കറ്റിൽ 130 രൂപയാണ്. സർ, വെളിച്ചെണ്ണ 110 രൂപ എന്ന് പറയുന്നത് 200 ഇരട്ടി വർധന, 200% വർധന, 320 രൂപയാണ് സർ വെളിച്ചെണ്ണയ്ക്ക് വില. സർ, മൈദ 38 രൂപ ഉണ്ടായിരുന്ന 1 കിലോ മൈദയ്ക്ക് 50 രൂപ. സർ, തേയില 140 രൂപ ഉണ്ടായിരുന്നത് 250 രൂപ. കാപ്പിപ്പൊടി ഒന്ന് പറഞ്ഞോട്ടെ ചിത്രരഞ്ജൻ പ്ലീസ്. ഞാൻ നാട്ടിലെ ജനങ്ങൾക്കും നിങ്ങൾക്കും വേണ്ടി തന്നെയാണ് പറയുന്നത്. നമ്മൾ അറിയണ്ടേ ഈ ഗവൺമെൻറ് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഇവിടെ എല്ലാം എന്ത് ചെയ്യുന്നു എന്ന് അറിയണ്ടേ. ഇവിടെ കാപ്പിപ്പൊടി 300 രൂപ. ഇപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഞാൻ കണക്കെടുത്താണ്. ഞാനത് പറയാം, 300 രൂപയുള്ള കാപ്പിപ്പൊടിക്ക് എനിക്ക് കിട്ടിയ കണക്ക് 800 അത്ര വരുമെന്ന് ഞാൻ പോലും സംശയിച്ച് നിൽക്കുകയാണ്. 800 രൂപ പറയുന്നു. സർ, പുട്ടുപൊടി 35 രൂപ 70. ഇതാണ് സർ കണക്ക്. ഇതാണ് സാർ സാധാരണ ജനങ്ങൾ ഇന്ന് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ, പലചരക്ക് കടയിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും വില കൊടുത്ത് വാങ്ങാൻ പാവപ്പെട്ട ആശാ വർക്കർക്കോ അംഗൻവാടി വർക്കർക്കോ അവരെ 7000-10,000 കൊണ്ട് കഴിയുമ്പോൾ 232 രൂപ. ഒരു മിനിറ്റ്, ഒരു 2-3 മിനിറ്റ് കൂടി സാർ, ഞാൻ ഇത് മാത്രം ബന്ധപ്പെട്ട കാര്യമാണ്. 11 മിനിറ്റായി. അപ്പോൾ സാർ, ഇത് ഇത്രയും വലിയ വിലക്കയറ്റം ഈ നാട്ടിലുണ്ടാകുമ്പോഴാണ് ആ വിലക്കയറ്റത്തെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ സ്ട്രെങ്തൻ ചെയ്ത് ആവശ്യമായ പണം കൊടുത്ത് പൊതുവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ എന്താണ് സർ ഈ ഗവൺമെൻറ് ചെയ്ത്? ഈ ഗവൺമെൻറ്റിൻ്റെ അജണ്ടയിൽ വിലക്കയറ്റം തടഞ്ഞു നിർത്തുന്ന എന്തെങ്കിലും നടപടിയുണ്ടോ? സർ, നിങ്ങൾ ഓരോ മന്ത്രിമാരും വന്ന് ഇവിടെ എല്ലാം ശരിയാണ് എന്ന് പറയുമ്പോൾ ജനത്തിന് ഒന്നും ശരിയല്ലാത്ത ഒരു അന്തരീക്ഷമാണ് പുറത്തിറങ്ങിയാലുള്ളത്. അതുകൊണ്ടാണ് നാട്ടിൽ മുഴുവൻ സമരം നടക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഗവൺമെൻറ് പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ട് ജനങ്ങൾ നിരന്തരം ബന്ധപ്പെടുന്ന കഷ്ടപ്പാടും ദുരിതമുണ്ട് സർ. എങ്കിലും കിട്ടുന്ന കൂലി കൊണ്ട് എന്തെങ്കിലും വാങ്ങി ജീവിക്കാൻ കഴിയുന്ന രീതിയിൽ ഈ അവശ്യ സാധനങ്ങളുടെ വില നിലവാരം പിടിച്ചു നിർത്താനുള്ളൊരു ശ്രമം ഈ ഗവൺമെൻറ് നടത്തണം സർ. പാവപ്പെട്ട ജനങ്ങളോട് അത്തരത്തിലുള്ളൊരു കരുണ കാണിക്കുവാൻ ഗവൺമെൻറ് തയ്യാറാകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. സാർ, ഞാൻ അവസാനിപ്പിക്കാം, 2 മിനിറ്റ് കൂടി സാറേ അവസാനിപ്പിക്കാം. ഞാൻ ഒരൊറ്റ കാര്യം, കഴിഞ്ഞ ഡിമാൻഡ് ഡിസ്കഷൻ സംസാരിച്ചപ്പോൾ ശ്രീ രാജഗോപാൽ ഒരു കാര്യം സൂചിപ്പിച്ചു, ദളിത് മുന്നേറ്റങ്ങളുമായി ബന്ധപ്പെട്ട്. സാർ, അന്ന് ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു മറുപടി പറഞ്ഞു. ആ മറുപടി പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ അന്ന് സഭ ബഹിഷ്കരിച്ചു പോയി. ആ മറുപടിക്ക് ശേഷം ബഹുമാന്യനായ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ രാജീവ് എനിക്കൊരു മറുപടി പറഞ്ഞു. സാർ, ഞാൻ അന്ന് സാന്ദർഭികമായിട്ടന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചല്ല, പക്ഷേ വന്നപ്പോൾ രാജഗോപാൽ അത് പറഞ്ഞപ്പോൾ അതിന് മറുപടി പറയണമെന്ന് തോന്നി. കാരണം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഡോക്ടർ BR അംബേദ്കറോടെടുത്ത നിലപാട്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അയ്യങ്കാളിയോടെടുത്ത നിലപാട്, അയ്യങ്കാളിയുടെ നേതൃത്വത്തിലെടുത്ത സമരങ്ങളോടെടുത്ത നിലപാട്, അതൊക്കെയാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞാൻ പറഞ്ഞൊരു കാര്യം, EM ശങ്കരൻ നമ്പൂതിരിപ്പാട് അദ്ദേഹം ചരിത്രം എഴുതിയപ്പോൾ കേരളത്തിലെ അയ്യങ്കാളി നടത്തിയ പ്രക്ഷോഭങ്ങളെ തൊഴിൽ സമരമായി അദ്ദേഹം കണ്ടില്ല. അയ്യങ്കാളിയെ തന്നെ വേണ്ട രീതിയിൽ അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ സമര ചരിത്രത്തിൽ വേണ്ടതുപോലെ അയ്യങ്കാളി വിമർശിച്ചില്ല, ഒരു വാക്കുപോലും പറഞ്ഞില്ല ചരിത്രവുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞു. സാർ, ഇത് ഞാൻ ആദ്യം പറയുന്ന ഒന്നല്ല. ബഹുമാന്യനായ ശ്രീ രാജീവ് തന്നെ പറഞ്ഞു 1993 കേരളത്തിലെ ഒരു മാധ്യമപ്രവർത്തകൻ ഇതേ ചോദ്യം EMSനോട് ചോദിച്ചു. അന്ന് EMS മറുപടി പറഞ്ഞു, ഞാൻ മലബാർ ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ പ്രക്ഷോഭങ്ങൾ, അതായത് അയ്യങ്കാളിയെക്കുറിച്ച് എനിക്ക് അറിവില്ലാതെ പോയി, അതുകൊണ്ട് ഞാൻ എഴുതിയില്ല എന്ന് പറഞ്ഞു. അതിൽ നിന്നൊരു കാര്യം വ്യക്തമല്ലേ, ഞാൻ ഈ നിയമസഭയിൽ പറയുന്നത് ഇത്തരം ഒരു ആക്ഷേപം ഞാൻ ആദ്യമായിട്ട് പറയുകയല്ല എന്നുള്ളത്. EMSന് തന്നെ അത് ബോധ്യമുള്ള കാര്യമാണ്. 93 പറഞ്ഞോട്ടെ പ്ലീസ് 93 തന്നെയാണ് ഒരു മാധ്യമ പ്രവർത്തനം അദ്ദേഹത്തോട് ചോദിച്ചത്. അപ്പോൾ ഇത്തരം കാര്യം, ആ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ് സർ. കാരണം ഞാൻ അതിനുശേഷം എന്നൊന്ന് പറയാനാണ് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുക സർ. കേരള ചരിത്രവും സംസ്കാരവും ഒരു മാർക്സിസ്റ്റ് വീക്ഷണം, ജാതിയും വർഗസമരവും താത്വികവും ചരിത്രപരവുമായ അന്വേഷണം EMS നമ്പൂതിരിപ്പാട്, കേരള ചരിത്രം മാർക്സിസ്റ്റ് വീക്ഷണത്തിൽ EMS നമ്പൂതിരിപ്പാട്. സാർ, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം അറിയാതിട്ടാണോ അറിയില്ല, എന്തായാലും മഹാനായ അയ്യങ്കാളിയെയോ അദ്ദേഹം നടത്തിയ ഒട്ടനവധി സമര പോരാട്ടങ്ങളുടെ ചരിത്രം കേരളത്തിലുണ്ട്. ആ ചരിത്രങ്ങളൊന്നും
EMS പോലെയുള്ള നേതാക്കൾക്ക് പോലും കാണാൻ കഴിഞ്ഞില്ല എന്ന ഒരു യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞത്. ആ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് കൂടി പറയുവാൻ ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭേദഗതി മൂവ് ചെയ്യണം സർ. ശ്രീ സേവ്യർ ചിറ്റലപ്പള്ളിക്ക് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള ധനകാര്യ ബിൽ വീണ്ടും അതേ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന 2B നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. സാർ, ഞാൻ ഈ ധനബില്ലിനെ പിന്തുണയ്ക്കുകയാണ്. ഇവിടെ അവസാനം ബഹുമാനപ്പെട്ട അനിൽകുമാർ MLA പറഞ്ഞു നിർത്തിയത് അദ്ദേഹം വീണെടുത്ത് കടന്ന് നല്ലവണ്ണം ഉരുളുകയാണ്. അദ്ദേഹത്തിൻ്റെ നേതാവ് ശ്രീ MM ഹസൻ്റെ പുസ്തകം തന്നെ കോട്ട് ചെയ്തുകൊണ്ടാണ് മഹാത്മാ അയ്യങ്കാളി കേരളത്തിലെ ബഹുജനങ്ങൾക്ക് വേണ്ടിയും തൊഴിലാളികൾക്ക് വേണ്ടിയും നടത്തിയ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് പിന്നോക്കക്കാർക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനത്തെ സംബന്ധിച്ച് EMS മറ്റൊരു രൂപത്തിൽ വിലയിരുത്തിയിട്ടുണ്ട് എന്ന വാചകം ഇവിടെ വായിച്ചത് അദ്ദേഹം വീണ്ടും വീണെടുത്ത് കടന്ന് ഉരുളുകയാണ്. മറ്റൊന്ന്, നല്ല PR വർക്ക് പ്രതിപക്ഷം നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് വില നിലവാര പട്ടികയൊക്കെ തന്നെ ഇവിടെ വായിച്ചത്. നമുക്കറിയാം ഇന്ത്യയിലെ വില നിലവാരത്തിൻ്റെ സാഹചര്യം എന്താണ്. ഇപ്പോൾ തെലുങ്കാനയെക്കുറിച്ചാണ് പറഞ്ഞത്. അവിടെ വരുമാനം കൂടുതലുണ്ട് എന്ന് തന്നെയാണ് ധനകാര്യമന്ത്രി പറഞ്ഞത്. വരുമാനം കൂടുതലുള്ള തെലുങ്കാനയ്ക്ക് എന്തുകൊണ്ടാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം കൊടുക്കാൻ കഴിയാതിരിക്കുന്നത്? അല്ല, ഇവിടെ ശമ്പളം കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് എന്തായിരുന്നു നമ്മുടെ നാട്ടിലെ ഒരു പറ്റം മീഡിയ നടത്തിയ പ്രചരണം അല്ലേ? അപ്പോൾ ആ രീതിയിലുള്ള വലിയ പ്രചാരവേല നടക്കുന്നു. അപ്പോൾ നമുക്കറിയാം കേരളത്തിൽ 6 ലക്ഷം സർക്കാർ ജീവനക്കാരാണ്, അവിടെ 3 ലക്ഷമേ ഉള്ളൂ. അപ്പോൾ വരുമാനം കൂടുതലുണ്ടെങ്കിലും ആ സംസ്ഥാനത്തിന് ഉൾപ്പെടെ ശമ്പളം കൊടുക്കാൻ കഴിയാത്തത് കേന്ദ്ര ഗവൺമെൻറ് നേരത്തെ നൽകി വന്നിരുന്ന നേരത്തെ നൽകി വന്നിരുന്ന സഹായങ്ങൾ നിർത്തിയതുകൊണ്ടാണ്. ആ സഹായങ്ങൾ നിർത്തി എന്നതിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ മിക്കവാറും പ്രതിപക്ഷത്തുള്ള എല്ലാ ധനകാര്യമന്ത്രിമാർക്കും അഭിപ്രായമുണ്ട്. എല്ലാ ധനകാര്യമന്ത്രിമാർക്കും ആ കാര്യത്തിൽ അഭിപ്രായമുണ്ട്. അങ്ങയുടെ സമയം പോവില്ല. അങ്ങയുടെ സമയം ഞാൻ സംസാരിക്കട്ടെ. എനിക്ക് സ്പീക്കറിന് മൈക്ക് തന്ന മൈക്ക് ഇവിടെയാ. അങ്ങ് മൈക്കില്ല. ഇത് അങ്ങ് പറയുന്ന രേഖയിൽ വരില്ല. മൈക്ക് ഇവിടെയാ, രേഖയിൽ വരില്ല. സാർ, ഇവിടെ ഈ തെലങ്കാനയിൽ ശമ്പളം കൊടുക്കുന്നില്ല എന്ന് സ്ഥിരമായ ആളുകൾ പ്രസംഗിക്കുക. ആ പോയിന്റ് അതാണ്. അത് വാസ്തവ വിരുദ്ധമാണ്, വസ്തുതാ വിരുദ്ധമാണ്. ധനകാര്യമന്ത്രി പോലും പറഞ്ഞെന്താ, പ്രയാസമുണ്ടാകും എന്ന് അവിടുത്തെ മുഖ്യമന്ത്രി നിയമസഭയിൽ കൗൺസിലിലാണ് പറഞ്ഞത്. DA ആവശ്യപ്പെടുന്നവരോട് സമരം ചെയ്യുന്നവരോടും പറഞ്ഞു സാമ്പത്തിക പ്രയാസമാണ് എന്ന് പറഞ്ഞു. അല്ലാതെ തെലങ്കാനയിൽ ശമ്പളം മുടങ്ങിയിട്ടില്ല എന്നിരിക്കെ ശമ്പളം മുടങ്ങി എന്ന് പറഞ്ഞത് വസ്തുതയല്ല, രേഖയിൽ നിന്ന് നീക്കം ചെയ്യും. അദ്ദേഹം വീണ്ടും ഉരുളുകയാണ്. എല്ലാവരും ഉരുളട്ടെ. 15-ാം തീയതി വരെ ശമ്പളം ലഭിച്ചിട്ടില്ല. ശമ്പളം കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്ര ഗവൺമെന്റിന്റെ സംസ്ഥാനങ്ങളോടുള്ള ചിറ്റമ്മ നയമാണ് ഇത് കൊടുക്കാൻ കഴിയാതെ വരുന്നത്. അപ്പൊ കേരളത്തിന് ഒരു പ്രത്യേക സാഹചര്യമുണ്ട് എന്ന് വരുത്താൻ വേണ്ടിയുള്ള മറ്റൊരു PR വർക്ക് കേന്ദ്ര ഭരണകക്ഷിയും കേരളത്തിലെ പ്രതിപക്ഷവും ചേർന്ന് നടത്തുന്നു എന്നതാണ് പ്രശ്നം. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് പുതുതായി ഒരു നികുതിയും അങ്ങനെ ചുമത്തിയിട്ടില്ല ഈ ബജറ്റിൽ. ഈ ബജറ്റിനകത്ത് ഇപ്പോൾ വരുന്ന നിർദ്ദേശം, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ വാഹനങ്ങളുടെ സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള ചില മാറ്റങ്ങൾ. ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞുല്ലോ, കിഫ്ബി റോഡ് 17,000 കിലോമീറ്ററാണ് BMNBC നിലവാരത്തിൽ ഉയർന്നിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ഒരു സൗകര്യങ്ങളുണ്ട്. ഈ സൗകര്യങ്ങൾ ഉയരുമ്പോൾ ചെറുതായിട്ട് ഒരു ചെറിയ നികുതി പിരിവും അതുപോലെ തന്നെ മറ്റും വേണ്ടി വരുമല്ലോ. അത് അങ്ങനെ അംഗീകരിക്കണമല്ലോ. കേരളത്തിൽ എത്ര സ്ഥലത്താണ് ടൂറിസം രംഗത്ത് മാറ്റം വന്നിട്ടുള്ളത്? അങ്ങനെ വന്നിടത്തേക്കെല്ലാം തന്നെ യാത്ര ചെയ്യണമല്ലോ. ഇപ്പൊ എത്ര കോടതി സമുച്ചയങ്ങൾ പുതുതായി വന്നു. അപ്പോ ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ചെറിയ രീതിയിലുള്ള ചില നിർദ്ദേശങ്ങൾ സ്വാഭാവികമായും രൂപപ്പെടുന്നതാണ്. ഇതുകൊണ്ടൊന്നും സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാലോ. വളരെ ചെറിയ വരുമാനമാണ് ഉണ്ടാവുക.
സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ ചെയറിലേക്ക് നോക്കി സംസാരിക്കാം. കേന്ദ്ര ചെയറിലേക്ക് നോക്കി സംസാരിക്കും. കേന്ദ്ര ഗവൺമെന്റ് ആവശ്യമായ സഹായം നൽകണം എന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം ഇവിടെ ക്രിമിനൽ കേസുകളിൽ ഒരു കേസിൽ ഒന്നിൽ കൂടുതൽ പ്രതികളുണ്ടെങ്കിലും കീഴ്ക്കോടതിയിൽ കോർട്ട് ഫീസ് നിജപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും അപ്പീൽ ഘട്ടത്തിലും മറ്റും വരുമ്പോൾ ഒരു കേസിൽ ഒന്നിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകുമ്പോൾ ആയതിൻ്റെ തുക കൂടി ആ നിലയിൽ നിജപ്പെടുത്തി ക്രമീകരിക്കണം എന്ന ഒരു നിർദ്ദേശമാണ് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കേരളം കഴിഞ്ഞ വർഷങ്ങളിൽ നേരിട്ടത് പ്രധാനപ്പെട്ട 3 ദുരന്തങ്ങളാണ്. ഒന്ന് പ്രകൃതി ദുരന്തങ്ങൾ, മറ്റൊന്ന് നിപ്പയും കൊറോണയും, മറ്റൊന്ന് സംഘപരിവാർ ഭരണകൂടം കേരളത്തിൽ ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധം. ഈ പ്രതിസന്ധികളിൽ കേരളത്തെ തകരാതെ പിടിച്ചു നിർത്തിയെന്നുള്ളത് കേരളത്തിൻ്റെ ധനകാര്യ മാനേജ്മെന്റിന്റെ മേന്മയാണ്. സാർ, ഞാൻ ഈ ധനകാര്യ മന്ത്രിയെ അഭിനന്ദിക്കുന്നു. പ്രകൃതിയും സംഘപരിവാറും കേരളത്തിലെ പ്രതിപക്ഷവും ഒരുപറ്റം മാധ്യമങ്ങളും കേരളത്തെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരായ ജനങ്ങളുടെ സമരായുധമായിരുന്നു LDF ഗവൺമെന്റ് എന്നതാണ് ഈ ഘട്ടത്തിൽ നാം കാണേണ്ടത്. ഇവിടെ വിദ്യാഭ്യാസ രംഗം അല്ലെങ്കിൽ ആരോഗ്യരംഗം, ക്ഷേമ പദ്ധതികൾ, ഇതിൻ്റെ കാര്യത്തിലൊന്നും വലിയ പരാതികളാരും അങ്ങനെ പറയുന്നില്ല. സാമൂഹ്യക്ഷേമവും മാനവിക വികസനവും അത് മുന്നോട്ട് തന്നെ പോവുകയാണ്. കേരളത്തിൽ വ്യാവസായിക ഉൽപാദന മേഖലകളിലും അടിസ്ഥാന സൗകര്യത്തിലും കേരളം പിറകോട്ടെന്നായിരുന്നല്ലോ കേരള മോഡലിനെ സംബന്ധിച്ചുള്ള വിമർശനം. ഒന്നാം LDF സർക്കാർ അടിസ്ഥാന വികസനത്തിൽ വലിയ വികസനമാണ് വരുത്തിയത്. നടക്കില്ലെന്ന് വിധിയെഴുതിയ പദ്ധതികളെല്ലാം ഇന്ന് യാഥാർത്ഥ്യമായി. ദേശീയപാതയും ഗെയിലും നടത്തിയാൽ ഈ ഗവൺമെന്റിനെ അംഗീകരിക്കാമെന്ന് വെല്ലുവിളിച്ച നേതാവുണ്ടായിരുന്നു. ഇത് രണ്ടും യാഥാർത്ഥ്യമാക്കി. തീരദേശ മലയോര ഹൈവകൾ യാഥാർത്ഥ്യമാക്കി, വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കി, K-ഫോൺ യാഥാർത്ഥ്യമാക്കി. കിഫ്ബി വഴിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇതെല്ലാം നടന്നത്. ഈ പ്രതിസന്ധിക്കിടയിലും ഇതൊക്കെ നടപ്പാക്കിയത് കേരളത്തിന്റെ ധനകാര്യ അച്ചടക്കത്തിന്റെ മേന്മയാണ് സാർ. ഒന്നാം പിണറായി സർക്കാർ നിർവഹിച്ച അടിത്തറയിലാണ് ഇന്ന് കേരളം പുതിയ വികസന മാതൃകകൾ സ്വീകരിച്ചത്. മാനവിക വികസനത്തിന്റെ കാര്യത്തിൽ കേരളം വികസിത രാജ്യങ്ങളുടെ നിലവാരത്തിൽ ഒപ്പം തന്നെയായി ഉയരുന്നു. അതോടൊപ്പം സാമ്പത്തിക വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തെ വികസിത മധ്യവരുമാന രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് ഉയർത്തുന്ന നടപടികളാണ് രണ്ടാം പിണറായി സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പുതിയ വ്യവസായ നയവും വിദ്യാഭ്യാസ നയവും ഇതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ളതാണ്. ഇതെല്ലാം സാധ്യമായത് LDF സർക്കാരിന്റെ തുടർഭരണത്തിന്റെ ഭാഗമായതുകൊണ്ടാണ്. അല്ലേ നാറാണത്ത് ഭ്രാന്തന്റെ കഥ പോലെ ആവുമായിരുന്നു. വികസനങ്ങളെല്ലാം മുകളിലേക്ക് കൊണ്ടുവന്ന് താഴേക്ക് തള്ളിയിട്ട് കൈകൊട്ടിച്ചിരിക്കുന്നവരെ പോലെ. നേരത്തെ അങ്ങനെയായിരുന്നല്ലോ. 957 ഭൂപരിഷ്കരണ നിയമം കഴിഞ്ഞ 10 കൊല്ലക്കാലം അതിനെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നു. 67 മിച്ചഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് വന്ന നിർദ്ദേശം, ആ നിർദ്ദേശത്തെയും തകർക്കാൻ ശ്രമിച്ചു. 980 പെൻഷനും ക്ഷേമ പദ്ധതികളും വന്നപ്പോൾ പ്രത്യുൽപാദനകരമല്ല എന്ന് പ്രഖ്യാപിച്ചു. ജില്ലാ പഞ്ചായത്തിന് അധികാരങ്ങൾ നൽകിയ അധികാര വികേന്ദ്രീകരണത്തെ തകർക്കാൻ ശ്രമിച്ചു. ജനകീയാസൂത്രണത്തെ തകർക്കാൻ കേരള വികസന പദ്ധതി കൊണ്ടുവന്നു. കുടുംബശ്രീയെ തകർക്കാൻ അപ്പുറത്ത് ജനശ്രീ കൊണ്ടുവന്നു. ഇങ്ങനെ കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുകൾ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, വളരെ കുറച്ചു കാലേ ഭരിച്ചിട്ടുള്ളൂ എന്ന്. ആ കുറച്ചു കാലം ഭരിച്ചപ്പോൾ കൊണ്ടുവന്ന മാറ്റങ്ങളാണ്, നിയമങ്ങളാണ് കേരളത്തിന്റെ ഇന്നത്തെ വികസന സാധ്യതയ്ക്ക് അടിത്തറ പാകിയത്. ഞങ്ങൾ ആ പോരാട്ടങ്ങൾ നടത്തുമ്പോൾ പാളെ കഞ്ഞി കുടിക്കില്ല, തമ്പ്രാൻ എന്ന് വിളിക്കില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയവരാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കേരളത്തില് ഈ മാറ്റം വരുത്തിയത് ചെങ്കൊടി ഉയർത്തിപ്പിടിച്ച് നടത്തിയ പോരാട്ടങ്ങളാണ്. കാരണം എന്താ, നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഇടതുപക്ഷം കൊണ്ടുവന്ന ജനോപകാരപ്രദമായ നടപടികളെ താഴേക്ക് തള്ളിയിട്ട് കൈകൊട്ടി ചിരിക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ UDF ആയിരുന്നു 2021 വന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ പ്രതിപക്ഷത്തിരുന്ന്
എല്ലാം തടയും എന്ന് പ്രഖ്യാപിക്കുന്നത് പോലെ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം നമ്മുടെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളോട് പറഞ്ഞു, അധികാരം ലഭ്യമായാൽ മാത്രമേ സമൂഹത്തിനായി എന്തെങ്കിലും ചെയ്യാനാകൂ. സാർ, അധികാരത്തിൽ വന്നാൽ വയനാട് തുരങ്കപാത നടത്തില്ലെന്ന് പ്രഖ്യാപിച്ചയാളാണ് പ്രതിപക്ഷ നേതാവ്. എന്ത് വികസനത്തെക്കുറിച്ച് പറഞ്ഞാലും അത് നടക്കില്ല എന്ന് പറയുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ്. അത് UDF-ന്റെ കൺവീനറാണ് പ്രഖ്യാപിച്ചത്. ദേശീയപാത, ഗെയിൽ, കെ-ഫോൺ ഇതൊക്കെ നടക്കില്ലെന്ന് പ്രഖ്യാപിച്ച് ഇങ്ങനെ നടത്തില്ല എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടി അധികാരത്തിൽ വന്നാൽ സമൂഹത്തിന് വേണ്ടി എന്തു ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ഡോക്ടർമാരും മരുന്നുമില്ലാത്ത പഴയ കേരളത്തിലേക്ക് തിരിച്ചു പോകണോ? പ്രതിപക്ഷം കേരളത്തെ ക്ഷണിക്കുന്നത് അവിടേക്കല്ലേ? പെൻഷൻ 600 രൂപ മാത്രമായിരിക്കെ 18 മാസം കുടിശ്ശിക വരുത്തിയ കേരളമാണോ പ്രതിപക്ഷം ഗുണമുള്ള കാര്യമാണെന്ന് പറയുന്നത്? ക്രിസ്തുമസ് പരീക്ഷ കഴിഞ്ഞാലും പാഠപുസ്തകങ്ങൾ അച്ചടിച്ച് തീരാത്ത പഴയ കേരളത്തിലേക്കാണോ പ്രതിപക്ഷ നേതാവ് നമ്മെ ക്ഷണിക്കുന്നത്? കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം എന്ന പേരിൽ അത് ഏത് പ്രതികൂലാവസ്ഥയിലും ലാൻഡ് ചെയ്യാൻ സാധിക്കുന്ന സേനാ വിമാനം ഇറക്കി ആളുകളെ പറ്റിച്ച പഴയ കേരളത്തിലേക്കാണോ പ്രതിപക്ഷ നേതാവ് നമ്മളെ ക്ഷണിക്കുന്നത്? സാർ, കേരളത്തെ പുറകോട്ട് നടത്താനല്ല സാർ നമുക്കൊരു ഗവൺമെന്റ് ഉണ്ടാകേണ്ടത്, മുന്നിലേക്ക് നയിക്കാനാണ്. കേരളത്തിലെ ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതാണ് സാർ LDF മൂന്നാമതും വരും എന്ന് ഞങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നത്. വിഷ്ണുനാഥ് പറഞ്ഞത് വികസനങ്ങളെല്ലാം ഞങ്ങൾ തുടരുന്നാണ്. നിങ്ങൾ എങ്ങനെ തുടരാനാണ്? നിങ്ങൾ കിഫ്ബിക്കെതിരല്ലേ? നിങ്ങൾ പ്രധാന പദ്ധതികളെല്ലാം എതിർക്കുകയല്ലേ? പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് തുടരാൻ കഴിയുക? അപ്പൊ മൂന്നാമതും അധികാരത്തിൽ വന്നാൽ ഇത് തുടരുകയില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് വികസനത്തിന്റെ തുടർച്ച വേണമെങ്കിൽ പിണറായി സർക്കാർ തുടരണമെന്ന് ജനങ്ങൾ തീരുമാനമെടുത്തത്. അതാണ് സാർ രണ്ടാം പിണറായി സർക്കാർ, അതാണ് മൂന്നാം ഇടതുപക്ഷ സർക്കാർ. അത് കാണണം. വികസനത്തിന് പുറകോട്ടടിപ്പിക്കുന്ന UDF ഭരണം വരാതിരിക്കുവാനുള്ള ജാഗ്രത അത് ജനങ്ങൾ എടുത്തിട്ടുണ്ട്. വികസനം സംഭവിക്കണമെങ്കിൽ LDF സർക്കാർ മൂന്നാമതും ഉണ്ടാകണമെന്ന് ജനം തിരിച്ചറിഞ്ഞതിന്റെ അങ്കലാപ്പാണ് ഇപ്പോ പ്രതിപക്ഷം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് കേരളത്തിന്റെ വികസനത്തെ വിമർശിക്കുന്നത്. സാർ, വികസനം അത് ജനങ്ങളുടെ മുന്നിലുണ്ടല്ലോ. വികസനം ജനങ്ങൾക്ക് മുന്നിലുണ്ടല്ലോ. അതിനെ നിഷേധിച്ചിട്ട് ഒരു ഗുണവുമില്ല എന്നാണ് ഞങ്ങൾക്ക് പ്രതിപക്ഷത്തിനോട് സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ദിവസം ഒരു യുവജന സംഘടന, ആ സംഘടന വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീടുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി അവർ ദുരന്തമുണ്ടായ ആ മണിക്കൂർ മുതൽ ആഴ്ചകളോളം അവിടെ നീലക്കുപ്പായമിട്ട് പ്രവർത്തിച്ച സംഘടനയാണ്. എല്ലാവരും പ്രവർത്തിച്ചിട്ടുണ്ട്. DYFI എന്നാണ് ആ സംഘടനയുടെ പേര്. ആ സംഘടന കേരളത്തിൽ ആക്രി പറക്കിയും വാഹനം കഴുകി വൃത്തിയാക്കിയും തൊഴിലെടുത്തും ഒക്കെ തന്നെ സ്വരൂപിച്ച 25 വീട് കൊടുക്കാം എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കയ്യില് 20 കോടി രൂപ 100 വീടിന് 20 ലക്ഷം രൂപ വെച്ച് ഏൽപ്പിച്ചിരിക്കുകയാണ്. 1000 DYFI നടത്തിയ പ്രഖ്യാപനം അത് ഈ ചാനലുകളിൽ ഇരുന്നും അതുപോലെ തന്നെ റീലിറ്റും മാത്രം സംഘടനാ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് മനസ്സിലാവില്ല. നിർമ്മാണാത്മകമായ ഇടപെടല് യുവജന സംഘടനകൾ നടത്തുന്നു എന്ന തിരിച്ചറിവ് ഉണ്ടാകണം എന്നാണ്. നമുക്കറിയാം, ഇവിടെ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുമ്പോഴും ആഭ്യന്തര ശത്രുക്കൾക്കെതിരായാണ് സമരം ചെയ്യേണ്ടത് എന്ന് ഉപദേശിച്ചവരുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്ത്യയിൽ ആഭ്യന്തര ശത്രുക്കൾ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകാർ, അവർക്കെതിരായാണ് യുദ്ധം ചെയ്യേണ്ടത് എന്ന് പ്രഖ്യാപിച്ചവരുണ്ട്. അവരുടെ പൂമാലയിട്ട ഫോട്ടോത്തിന്റെ മുന്നിൽ ദീപം തെളിയിച്ച നേതാക്കന്മാരും നമുക്കുണ്ട്. അതേ ആളുകൾ തന്നെയാണ് BJPയുടെ പ്രസിഡന്റ് അവരുടെ വർഗീയ പ്രത്യയശാസ്ത്രത്തിന്റെ വക്താവല്ല എന്ന് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളത്. കളമശ്ശേരി സ്ഫോടനത്തിന് പിന്നാലെ
ഒരു മതവിഭാഗത്തെ ലക്ഷ്യമിട്ട് വർഗീയ പരാമർശം നടത്തിയ രാജീവ് ചന്ദ്രശേഖരനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്ന് ഇവർക്ക് എന്തേ മനസ്സിലാകാത്തത്? അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഗുജറാത്തിലെ കോൺഗ്രസിൽ സംഘപരിവാർ ഉണ്ട് എന്ന്. കേരളത്തിലെ കോൺഗ്രസിലും ഈ സംഘപരിവാർ മനോനിലയുള്ളവരുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതിന്റെ ബജറ്റില് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെ, ഈ ബില്ലിനെ പിന്തുണച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നെക്സ്റ്റ് മന്ത്രി മറുപടി അങ്ങേക്ക് മറുപടി പറയാം മന്ത്രിക്ക്. സർ, ഈ ബില്ല് സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. നമ്മൾ പൊതുവിൽ ഈ സമയം ഒന്ന് നിയന്ത്രിക്കണമെന്ന് പൊതുവിൽ ആലോചിച്ചാണെങ്കിലും ആ സമയത്തിനപ്പുറം ചില ചർച്ചകൾ വന്നിട്ടുണ്ട്. സർ, ഇത് നമ്മൾ കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് പറഞ്ഞിട്ടുള്ള പൊതുകാര്യങ്ങളെ സംബന്ധിച്ച് വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, അതായത് ബഡ്ജറ്റിനകത്ത് പറഞ്ഞ ചില മേഖലകളിലെ നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 1959 കേരള കോർട്ട് ഫീസ് വ്യവഹാര ചെലവ് ആക്ടും 61 കേരള ഭൂനികുതി ആക്ടും 63 കേരള പൊതുവിൽപ്പന നികുതി ആക്ടും 76 കേരള മോട്ടോർ വാഹന നികുതി ആക്ടും 2017 കേരള സംസ്ഥാന ചരക്ക് സേവന നികുതി ആക്ടും 2024 കേരള ധനകാര്യ ആക്ടും അടക്കമുള്ള മേഖലകളിലെ ആ വകുപ്പുകളിലെ ചില മാറ്റങ്ങളാണ് സാർ ഇതിനകത്ത് ഈ ബില്ല് വഴി വന്നിട്ടുള്ളത്. അതിനൊപ്പം നമ്മൾ പ്രഖ്യാപിച്ച ഒരു പൊതു ആംനസ്റ്റി ഉണ്ട്. ആംനസ്റ്റിയുടെ കാര്യങ്ങളും ഫ്ലഡ് സെസ്സുമായി ബന്ധപ്പെട്ട GSTയുടെ ഭാഗമായിട്ട് വന്ന ഫ്ലഡ് സെസ്സുമായിട്ട് വന്നിട്ടുള്ള ആംനസ്റ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേർത്തുകൊണ്ടുള്ള ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ നമ്മൾ സഭ ചർച്ച ചെയ്ത് അംഗീകരിച്ച് ആ നിർദ്ദേശങ്ങൾ സബ്ജക്റ്റ് കമ്മിറ്റി പോയി സബ്ജക്റ്റ് കമ്മിറ്റി ചർച്ച ചെയ്ത് വന്ന നിർദ്ദേശങ്ങളാണ് ഇവിടെ ഈ ബില്ല് പാസ്സാക്കി ആക്റ്റാക്കേണ്ടത്. അടുത്തൊരു വർഷക്കാലത്തേക്ക് നമ്മൾ നടപ്പിലാക്കേണ്ടതാണ്. സാർ, ഈ നിയമം നടപ്പിലാക്കുമ്പോൾ കേരളത്തിലെ സാധാരണഗതിയിലെ ബഡ്ജറ്റുകളിൽ ഏറ്റവും കുറഞ്ഞ നികുതി നിർദ്ദേശം വന്ന ഒരു ബഡ്ജറ്റാണ് ഇത്. 350 കോടിക്ക് താഴെ മാത്രമാണ് ഇതിൻ്റെ ആകെ നികുതി നിർദ്ദേശമുള്ളത്. അല്ലാതെ ഇവിടെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷത്തു നിന്നുള്ള അംഗങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വലിയ നികുതിയാണെന്ന് പറഞ്ഞത്. എന്നാൽ നികുതി വളരെ കുറച്ച് മാത്രമേ ഇതിനകത്ത് വന്നിട്ടുള്ളൂ. ഏറ്റവും കാലോചിതമായി വേണ്ടിയിട്ടുള്ള നികുതി മാത്രമാണ് സർ വന്നിട്ടുള്ളത്. സോ അതുകൊണ്ട് ഇതിൻ്റെ ഭാഗമായി ജനങ്ങളെ ആകെ പിഴിയുന്ന കാര്യങ്ങളാണ് വന്നത് എന്നുള്ള കാര്യം പറഞ്ഞത് അടിസ്ഥാനരഹിതമാണ്, ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇത്രയും കുറച്ച് നികുതി മാത്രമേ ഈ ഘട്ടത്തിൽ ചുമത്താൻ കഴിയുമായിരുന്നുള്ളൂ എന്ന് മാത്രമല്ല, ചില മേഖലകളിൽ അല്പം നികുതി കുറയ്ക്കുകയും ചെയ്തു. ഉദാഹരണത്തിന് നമ്മുടെ സ്റ്റേജുകാരുടെ പ്രൈവറ്റ് ബസ്സിനും മറ്റുമൊക്കെയുള്ള അവർ കൂടുതൽ പ്രൈവറ്റ് ബസ്സുകൾ നമ്മുടെ നാട്ടിൽ വേണമെന്നുള്ളതുകൊണ്ട് ആ മേഖലയിൽ അല്പം നികുതി കുറയ്ക്കുകയും ചെയ്തിട്ട് സാർ. പക്ഷെ ഒരു കാര്യം ഇതിനകത്ത് എനിക്ക് സന്തോഷം തോന്നുന്നത്, ബഡ്ജറ്റ് ഒരു PR വർക്കാണ് എന്ന് ശ്രീ അനിൽകുമാർ പ്രമുഖ നേതാവാണ്, ദീർഘകാലമായി സഭയിലാണ്. PR വർക്കാണ്, ബഡ്ജറ്റ് തന്നെ ഒരു PR വർക്കിന് ഉപയോഗിച്ചു എന്നാണ്. ഈ ഘട്ടത്തിൽ ഈ ഗവൺമെൻറ്റിലെ മന്ത്രിമാരാകെ വകുപ്പുകളാകെ അതും ഭരണപക്ഷമാകെ PR വർക്കിന് വേണ്ടി സഭയെ ഉപയോഗിക്കുന്നതാണ്. സാർ, ഞങ്ങൾക്ക് പബ്ലിക് റിലേഷൻസിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കാനുള്ള കാര്യം തന്നെയാണ് സഭ. ഞങ്ങൾക്ക് ജനങ്ങളുടെ അടുത്തേക്ക് കാര്യങ്ങൾ എത്തിക്കാനാണ്. പക്ഷേ ബഡ്ജറ്റ് ഒരു PR വർക്കാണ്. ഈ കണക്കുകളെല്ലാം പറഞ്ഞത് ശരിയല്ല, ഒരു പ്രചരണമാണെന്ന് അങ്ങ് പറഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് സമാധാനം തോന്നി. ഞാൻ ചെയ്തിട്ടുള്ള ഞങ്ങളുടെ വകുപ്പ്, ഞങ്ങളുടെ മുന്നണി ചെയ്ത ഈ കാര്യങ്ങൾ ജനങ്ങൾക്ക് നല്ലതുപോലെ അനുകൂലമായി തോന്നുന്ന കാര്യമാണ് ബഡ്ജറ്റ് വന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റാണ് അങ്ങ് തന്നത്. അത് ഒരു PR വർക്ക് എന്ന നിലയിൽ പൊള്ളയായ വാഗ്ദാനങ്ങളാണെന്ന് അങ്ങ് ധരിക്കേണ്ട. കാരണം 2 ട്രില്യൺ എന്ന് പറയുന്നത് എന്തോ ഒരു പുതുതായിട്ട് ഒരു ക്യാപ്ഷൻ വാചകം എന്നാണ്. അപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് എണ്ണിച്ചിട്ട് പറഞ്ഞു, ശ്രീ മോഡി $5 ട്രില്യൺ പറഞ്ഞേക്കുന്നത്, ഇവിടെ 2 ട്രില്യൺ. സാർ, ഇവിടെ 2 ട്രില്യൺ രൂപയെ പറഞ്ഞിട്ടുള്ളൂ. 2 ലക്ഷം കോടി. 2 ലക്ഷം കോടിയെ ഈ കണക്കിൽ പറയുന്നതാണ് ട്രില്യൺ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ശരിയാകുമോ എന്നുള്ളതാണ് അങ്ങയുടെ സംശയം. അത് ശരിയാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാൻ പറഞ്ഞു 2 ട്രില്യൻ്റെ വരുമാനവും ചെലവും. അതങ്ങ് പറഞ്ഞ കണക്ക് ഞാൻ വരാം. അങ്ങ് പറഞ്ഞ കണക്കുകളുണ്ട് സാർ. ഞാൻ അങ്ങ് പറഞ്ഞ കണക്കുകൾ, ആ കണക്കുകൾ ഞാൻ കണ്ടു. അതാ ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം ഇവിടെ ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞത്, ധനകാര്യ വകുപ്പ് ആര് കൈകാര്യം ചെയ്താലും ബഡ്ജറ്റിനും ഗവൺമെൻറ്റിനും ഒരു പ്രത്യേകത ഉണ്ട്. മറ്റു വകുപ്പുകൾക്ക് പറയുമ്പോൾ അതിൻ്റെ അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗം ഇതുപോലെ വരുന്നില്ല. അതുകൊണ്ട് എപ്പോഴായാലും ഇത് ഓഡിറ്റ് ചെയ്യുന്നതാണ്. CNDG ഓഡിറ്റ് ചെയ്യുന്ന കണക്കുകൾ വരും. എപ്പോഴും ഈ ഓഡിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ കണക്ക് പറയുന്നത് വെറുതെ ബ്ലഫ് ചെയ്ത് പോകാൻ പറ്റില്ല. കണക്കാണ് സാർ. ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ 5 വർഷം തൊട്ട് മുമ്പുള്ള 5 വർഷക്കാലം വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നൊരു സമയമാണ്, കോവിഡും പ്രളയവും മറ്റു കാര്യങ്ങളും. സാർ, ആ സമയത്ത് ശരാശരി ഒരു വർഷം
1,15,000-നും 1,17,000 1,17,000 1,17,000 കോടി ഒരു വർഷം ചിലവാക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അത് ഏറ്റവും അവസാനത്തെ വർഷം ചിലവാക്കിയ 1,32,000 കോടി. അന്ന് കോവിഡിൻ്റെ ഭാഗമായിട്ട് 5% വരെ നമുക്ക് കടമെടുക്കാൻ പറ്റുന്ന ലിമിറ്റ് ഉണ്ടായിരുന്നു. GST കോമ്പൻസേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ RD ഗ്രാൻഡ് വന്നിരുന്നു. ഇതെല്ലാം ഉള്ള സമയത്ത് ഏറ്റവും അവസാനത്തെ വർഷം നമുക്ക് 1,32,000 കോടി ചിലവാക്കാൻ പറ്റിയിരുന്നു, കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ അവസാന വർഷം. അതുൾപ്പെടെ ചേർക്കുമ്പോൾ ഒരു വർഷം 1,17,000 കോടി ചിലവാക്കാനാണ് പറ്റിയത്. അതിനുശേഷം വന്ന 5 വർഷത്തെ ഗവൺമെൻറ്റിൽ ആദ്യത്തെ 2 വർഷം കൊണ്ട് വലിയ തോതിൽ വലിയ വെട്ടിക്കുറവൊന്നും നിങ്ങൾക്കറിയാം. കിഫ്ബി നിങ്ങൾ പറഞ്ഞിരുന്നത് തന്നെയാണ്. കിഫ്ബിയുടെ കാര്യത്തിൽ അവർ ഇടപെട്ടു. കിഫ്ബിയുടെ ഭാഗത്ത് വെട്ടിക്കുറച്ചു. ഈ വർഷവും 4,710 കോടി രൂപ കിഫ്ബിയുടെ പഴയ എടുത്തതിൻ്റെ പേര് മാത്രം കുറയ്ക്കുക, പെൻഷൻ കമ്പനിയുടെ കുറയ്ക്കുകയാണ്. RD ഗ്രാൻഡ് നിർത്തി. അത് അവർ പറഞ്ഞു ഇത്ര വർഷമേ ഉള്ളൂ എന്ന്, പക്ഷേ എന്തായാലും ഫലത്തിലത് നിർത്തി. RD ഗ്രാൻഡ് നിർത്തി. ലോൺ എടുക്കുന്നതിൻ്റെ ലിമിറ്റ് കുറച്ചു. അതോടൊപ്പം തന്നെ കോമ്പൻസേഷൻ, ഈ GST കോമ്പൻസേഷൻ നിർത്തി. ഇതെല്ലാം കൂടി വരുമ്പോൾ വലിയ തോതിലുള്ള പണച്ചുരുക്കം സംസ്ഥാന ഗവൺമെൻറ് വന്നല്ലോ. പണച്ചുരുക്കം വന്നല്ലോ. കാര്യം എന്തായാലും കിട്ടിക്കൊണ്ടിരുന്ന പണത്തെക്കാളും അത്രയും കുറഞ്ഞു. ആ പണം കുറഞ്ഞിട്ടും ഞങ്ങൾ ഇതിനെ നേരിടേണ്ടി വന്നു. അതേസമയം ഈ 50,000 കോടിയിലധികം ചുരുക്കം വന്നപ്പോൾ ചെലവിൻ്റെ കാര്യത്തിൽ വർധന വന്നു. ശമ്പള പരിഷ്കരണ കമ്മീഷൻ നടപ്പിലാക്കിയത് ഈ സർക്കാരാണ്. ഏകദേശം 20,000 കോടി രൂപ അധികം വന്നു. 19,000 കോടി രൂപയോളമാണ് പഴയ PF, പഴയ DA, PF ചേർത്തതിൻ്റെ ബാധ്യത വന്നത്. അതെല്ലാം കൊടുക്കേണ്ടതാണ്. ഞങ്ങളുടെ ഗവൺമെൻറ്, ഒന്നാം ഗവൺമെൻറ് അനൗൺസ് ചെയ്തത് അതേപോലെ തൻ്റെ അടുത്തോട് നടപ്പിലാക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അത് കളഞ്ഞിട്ട് പോവല്ല. ഞങ്ങളല്ലായിരുന്നു വരുന്നതെങ്കിൽ ചിലപ്പോൾ അതിനൊക്കെ തടസ്സം വന്നതിന് ഞങ്ങളത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അതുപോലെ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ ഏറ്റവും അവസാനത്തെ സമയത്താണല്ലോ ഏറ്റവും കൂടുതൽ വർധന വന്നത്. 400 രൂപയോളം ആ 5-6 മാസത്തിനെല്ലാം കൂടിയത്. അങ്ങനെ എല്ലാം കൊടുക്കേണ്ടി വന്നു. എല്ലാ മേഖലയിലും നേരത്തെ ഇവിടെ പറഞ്ഞ ആശയും അംഗൻവാടിയും മറ്റ് തൊഴിലുറപ്പ് പദ്ധതിയും എല്ലാ മേഖലയിലും പല പ്രത്യേക ആനുകൂല്യങ്ങൾ പലതും കൊടുത്ത് ആ ഉത്തരവാദിത്വം എല്ലാം ഏറ്റെടുത്ത് ഗവൺമെൻറ് വന്ന ആദ്യ വർഷം ചിലവാക്കേണ്ടി വന്നത് 1,17,000 കോടിക്ക് പകരം 1,60,000 കോടി. 50,000 കോടിയുടെ വരുമാനം വെട്ടിക്കുറച്ചു കേന്ദ്രം. ആ വെട്ടിക്കുറച്ച സമയത്ത് ഇവിടെ 1,60,000 1,63,000 ആദ്യത്തെ വർഷം. ഞാൻ അത് നോക്കാതെ തന്നെ പറയാം. 1,63,000 ആദ്യത്തെ വർഷം, 1,59,000 രണ്ടാമത്തെ വർഷം, അടുത്ത വർഷം 1,59,000. ഇതാണ് കണക്ക്. ഏകദേശം ഇന്നത്തെ ചെറിയ 100-200 രൂപ വ്യത്യാസം വരും. നിങ്ങൾ RE നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള ഓഡിറ്റഡ് ഫൈനൽ അക്കൗണ്ടാണ്. ഇത് പറഞ്ഞിട്ട് തന്നെ പറഞ്ഞു അന്ന് അത്രയാണ് കൊടുക്കാൻ പറ്റിയത്. പക്ഷേ ഈ വർഷം ഞങ്ങൾ 1,78,000 കോടിയിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. REയിൽ ആ പ്രതീക്ഷയാണ്. ചിലപ്പോൾ അതിനകത്ത് 2,000-3,000 കോടി കുറവ് വരുമെന്ന് കഴിഞ്ഞ പ്രസംഗത്തിലും ഞാൻ പറഞ്ഞു. ഈ വർഷം കഴിഞ്ഞ് അടുത്ത വർഷത്തെ ഞങ്ങളുടെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഈ പറഞ്ഞ 1,17,000 ഉണ്ടായിരുന്ന കഴിഞ്ഞ 5 വർഷക്കാലത്തുനിന്ന് ഇപ്പോൾ ശരാശരി 1,64,000 കോടിയിലേക്ക് വന്നു. പണം ഇത്രയും വെട്ടിക്കുറച്ചിട്ടും അടുത്ത വർഷം ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് 2,03,000 ചില്ലാനും കോടിയാണ്. കാരണം ബഡ്ജറ്റ് കണക്കിനകത്ത് 1,98,500 കോടിക്കടുത്താണ് വരിക. അതുകൂടാതെ ബഡ്ജറ്റ് സ്പീച്ചിൽ ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് സ്പീച്ചിൽ പറഞ്ഞിരുന്ന 1,600 ചില്ലാനും കോടി കൂടി അതിനകത്ത് വരും. അതിനകത്ത് അധികമായി പറഞ്ഞതിനകത്ത് 500 കോടി നവകേരള പദ്ധതികൾക്ക് വേണ്ടി വെച്ചതാണ്. ഇങ്ങനെ ഒരു 1,600 കോടിയുണ്ട്. അങ്ങനെ 2,300,000 ചില്ലാനും കോടി വരുമെന്ന കണക്ക് പറഞ്ഞു. ആ കണക്ക് പറയുമ്പോൾ ചിലപ്പോൾ ഇതിനകത്ത് 3,000, 4,000, 5,000 നമ്മൾ വിചാരിക്കാത്ത ചിലവ് കുറയുകയോ കൂടുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ അത്രയും ആ പണം ഇപ്പോൾ ഫൈനാൻസ് കമ്മീഷൻ്റെ റിപ്പോർട്ടിന് അടുത്ത വർഷം വരും. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്തല്ല, അടുത്ത വർഷം വരും. അത് വരും. അതിനു മുമ്പ് കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് ഒരു ഇൻ്ററിം റിപ്പോർട്ട് കിട്ടി, 10,000 കോടി കിട്ടി. കേന്ദ്ര ഗവൺമെൻറ് ഒരു 10,000 കോടി ഇത്തരം സംസ്ഥാനങ്ങളുടെ എല്ലാം, ഒരു സംസ്ഥാനത്തിനല്ല, ഇപ്പോൾ പറഞ്ഞല്ലോ തെലങ്കാന, ഹിമാചൽ പ്രദേശ്, മറ്റ് സംസ്ഥാനങ്ങളൊക്കെ കൊടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു 10,000 കോടി കിട്ടിയാൽ 2,10,000 കോടി വരും. പക്ഷേ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 2,00,000 കോടി വരുമെന്നുള്ള കണക്ക് വെറുതെ എടുത്തതല്ല. ആ കണക്ക് കൃത്യമായ ഞങ്ങളുടെ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതിൻ്റെ ഭാഗമായി സാർ ഇവിടെ ഇന്നലെ ഞാനിവിടെ പറഞ്ഞിരുന്നു, ശ്രീ അനിൽകുമാർ അദ്ദേഹം കണക്കുകൾ നോക്കി തന്നെ പറയുന്ന ആളാണ്. എനിക്കതിനകത്ത് ആ കാര്യത്തിനകത്ത് ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്, അല്ല അത് നെഗറ്റീവായിട്ടല്ല. രാഷ്ട്രീയ വിമർശനമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ ഇതുവരെ ഈ ഫെബ്രുവരി മാസം വരെയുള്ള ഫെബ്രുവരിയിൽ 2025 ഇടയ്ക്ക് വന്ന കണക്ക് വരെ 25 വരെയുള്ള കണക്കനുസരിച്ച് ടോട്ടൽ റെസീറ്റ്സിനകത്ത് കഴിഞ്ഞ വർഷം ഈ സമയം കിട്ടിയിരുന്ന ബജറ്റ് എസ്റ്റിമേറ്റിനകത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ അന്ന് 73.35% കിട്ടിയതെങ്കിൽ ആക്ച്വൽ അക്കൗണ്ട്സാണ് ഇപ്പോൾ അത് 83.01% എന്ന് പറഞ്ഞാൽ ഏകദേശം 18,000 കോടി രൂപ റെസീറ്റ്സിൻ്റെ സൈഡിൽ തന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാൾ അധികം കിട്ടിയിട്ടുണ്ട്. എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യം എടുക്കുമ്പോൾ, ടോട്ടൽ എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഇതേപോലെ തന്നെ ഒരു 10%, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും 74.48% ഫെബ്രുവരി അവസാനം വന്നെങ്കിൽ ഇപ്രാവശ്യം 83.1% വന്നു. അത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടിയ കണക്കുകളാണ്. അങ്ങനെ വരുമ്പോൾ 16,000 കോടിയിലധികം ആ ഭാഗത്തും വരും. സർ, ഇവിടെ മേജറായൊരു വ്യത്യാസം നമ്മുടെ ക്യാപിറ്റൽ റെസീറ്റ്സിനകത്ത്
കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ 59.7% ലോൺ എടുക്കുന്നത്. ബോറോയിങ്ങാണ് പറയുന്നത്, ബോറോയിങ്ങിൻ്റെ ഭാഗം. ആ കണക്ക് നിങ്ങളുടെ കയ്യിലില്ല, ഇത് ഇവിടുന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള കണക്ക് ഞാൻ പറയുന്നത്. 59.7% കിട്ടിയുള്ളെങ്കിൽ ഇപ്രാവശ്യം അത് 92.07% കിട്ടി. പഴയ വെട്ടിക്കുറവിൻ്റെ ഭാഗമൊക്കെ കഴിഞ്ഞിട്ടുള്ള ബാക്കി നമ്മുടെ GSDPയുടെ കണക്ക് കൂട്ടി കിട്ടി. അതിൽ തന്നെ ഈ വ്യത്യാസം, ഞാൻ നേരത്തെ പറഞ്ഞ വ്യത്യാസം അനുസരിച്ചുള്ള പണം വരും. അതുകൊണ്ട് അങ്ങ് പറയുന്ന 1,60,000 കോടിയിൽ നിൽക്കും എന്ന് പറഞ്ഞകത്ത് വ്യത്യാസം വരാനുള്ള സാധ്യതയുടെ ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് കണക്ക് വെച്ചിട്ടാണ്. നാളെ കണക്ക് ഫൈനലൈസ് ചെയ്യുമ്പോൾ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് കാണാമല്ലോ. എന്തായാലും അത് അടുത്ത വർഷം അവസാനം വരെ പോകണ്ട. ഇത് പ്രതീക്ഷയാണ് സാർ. ഈ പ്രതീക്ഷയാണ് നമ്മളെല്ലാം നയിക്കുന്നത്. ആ പ്രതീക്ഷ വെറുതെ അല്ല. DA കൊടുത്തു, രണ്ട് DA കൊടുത്തു, ഒന്നും കൊടുക്കാതിരുന്നാണല്ലോ. 4 ഗഡുവായിട്ട് കൊടുക്കാതിരുന്ന പെൻഷൻ കുടിശ്ശികയുടെ അവസാനത്തെ ഗഡു, പെൻഷൻകാരുടെ കുടിശ്ശിക കൊടുത്തു. 600 കോടിയാണ് കൊടുത്തത് ഈ വർഷം. സാർ, ക്ഷേമ പെൻഷൻ കഴിഞ്ഞ വർഷം കുടിശ്ശിക വന്നിരുന്നു, നമുക്ക് ആ പിടുത്തം വന്നിരുന്നതാണ്. ക്ഷേമ പെൻഷൻ്റെ 2 കുടിശ്ശിക ഏകദേശം 2,000 കോടിയോളം 1,800 കോടിയോളം ഈ വർഷം കൊടുത്തില്ലേ സാർ? DA മാത്രമല്ല, ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 2 ഗഡു PF ലയിപ്പിച്ചു. അപ്പോൾ 2 ഗഡു PF ലയിപ്പിച്ചപ്പോൾ അവർക്ക് പഴയ ശമ്പള പരിഷ്കരണത്തിൻ്റെ പഴയ DA കുടിശ്ശിക അവരുടെ ചേർത്തിരുന്നത് റിലീസ് ചെയ്യാൻ കൊടുത്തു. എന്ന് പറഞ്ഞാൽ അന്ന് കിട്ടിയതിനേക്കാൾ 5,000-6,000 കോടി ആ മേഖലയിൽ മാത്രം വന്നില്ലേ സാർ? ഇത് അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് PR ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ സന്തോഷം. ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ഇത് ചെയ്യുന്ന കാര്യമാണ്, ചെയ്യാൻ പോകുന്ന കാര്യമാണ് എല്ലാ മേഖലയിലും. സാർ, ഇന്നലെ 200 കോടിയാണ് ഇന്നിവിടെ രാവിലെ ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു സ്കോളർഷിപ്പിൻ്റെ പണം ഇപ്പോൾ നേരത്തെ ഇന്നലെ റിലീസ് ചെയ്തതാണ് 200 കോടി. ആ 200 കോടി എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം SC/ST സ്കോളർഷിപ്പ് ഒന്നുമല്ല, ബാക്കി OBC സ്കോളർഷിപ്പിൻ്റെ ബാക്കി ഉണ്ടായിരുന്നതിൻ്റെ ബഡ്ജറ്റ് വിഹിതത്തിനേക്കാൾ അധികമാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ വിലക്കയറ്റത്തിൻ്റെ കാര്യവും മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് സിവിൽ സപ്ലൈസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് മന്ത്രി വളരെ വിശദമായി പറഞ്ഞല്ലോ. 352 കോടിയാണെന്ന് എൻ്റെ ഓർമ്മ നെല്ലിന് കൊടുത്തു. മാർക്കറ്റ് ഇൻ്റർവെൻഷൻ 100 കോടി കൊടുത്തു. ഇങ്ങനെ ഓരോ മേഖലയിലും കാരുണ്യയുടെ ഭാഗമായി ബഡ്ജറ്റിനകത്ത് പറഞ്ഞിരുന്ന തുകയേക്കാളും 300 കോടി അധികം കൊടുത്തു. KMSCL കൊടുത്തു. സാർ, നമ്മുടെ നാട്ടിൽ ഡിമാൻഡ്, നിങ്ങളും എല്ലാം ഭരണരംഗത്ത് ഇതേ ചുമതല ഇരുന്നിട്ടുള്ളവരാണ്. നമ്മുടെ നാട്ടിൽ വരുന്ന ഡിമാൻഡുകളെന്ന് പറഞ്ഞാൽ ചെറുതല്ല. നമ്മൾ 500 കോടി വെച്ചാൽ 800 കോടിയും 900, 1000 കോടി ചിലവാകുന്നൊരു സ്ഥലമാണ്. നമ്മൾ ആ കാര്യത്തിനകത്ത് ഞങ്ങൾ പറയുന്നുണ്ട്, സ്റ്റെൻറ്റ് വേണ്ടത്ര ചിലപ്പോൾ കിട്ടിക്കാണത്തില്ല. പക്ഷേ പാരാസിറ്റമോൾ അല്ല കിട്ടാത്തത്, സ്റ്റെൻറ്റ്. എല്ലാ ആശുപത്രി ചെല്ലുന്ന എല്ലാവർക്കും ഹാർട്ട്, ഏതൊരു സാധാരണക്കാരനും ആശുപത്രിയിലേക്ക് ചെന്നാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോ മറ്റൊരു മെഡിക്കൽ കോളേജിലോ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഹാർട്ട് ഓപ്പറേഷൻ അടക്കം സൗജന്യമായി കൊടുക്കുന്ന 42 ലക്ഷം കുടുംബങ്ങളെ ചേർത്തിട്ടൊരു പദ്ധതിയുള്ളൊരു സംസ്ഥാനമാണ് ഈ സംസ്ഥാനം. അതുകൊണ്ട് ഇന്നലെ ചാർജ് ഏറ്റെടുത്ത BJPയുടെ നേതാവ് പറയുന്നത് പോലെ കോൺഗ്രസ് നേതാക്കന്മാർ പറയാൻ പാടില്ല. ഇന്നലെ എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് കേരളത്തെ ഞാൻ നന്നാക്കും, ഇവിടുത്തെ കോൺഗ്രസും കൊള്ളത്തില്ല, കമ്മ്യൂണിസ്റ്റുകാരും കൊള്ളത്തില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഞാനത് നന്നാക്കും. ഈ ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്റ്റേറ്റൊക്കെ നോക്ക്, കണ്ടില്ലേ? UP, ബീഹാർ, രാജസ്ഥാൻ. അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ ഞങ്ങളിത് നന്നാക്കിയെടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇന്നലെ രാഷ്ട്രീയം പറഞ്ഞു. സാർ, അദ്ദേഹം എന്നിട്ട് പറഞ്ഞു കേരളം കടക്കണിയിലാണ്. അതിപ്പോൾ ഇടതുപക്ഷം ഭരിക്കുമ്പോഴായാലും വലതുപക്ഷമായാലും കടത്തിൻ്റെ കാര്യത്തിനകത്തൊക്കെ ഇതൊരു തുടർച്ചയാണ്. സാർ, ആ കടത്തിനകത്ത് തന്നെ എത്രയോ കാര്യങ്ങളിലാണ് സാർ കൃത്യമായി നമ്മുടെ ധന ഉത്തരവാദിത്വ നിയമം അനുസരിച്ചല്ലാതെ നമുക്ക് കടമെടുക്കാൻ പറ്റില്ല. ആ കടത്തിൻ്റെ കാര്യത്തിനകത്ത് നമുക്ക് വന്നിട്ടുള്ള കുറവും അതിൻ്റെ ശതമാനവും ഒക്കെ വളരെ കൃത്യമായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ ഏറ്റവും നന്നായി നടക്കുമെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ് GDPയുടെ 58% ആണ്. GDPയുടെ 58% ആണ് അവരുടെ ടോട്ടൽ ബോറോയിങ്. നമുക്കോ 38 ആയിരുന്നു കോവിഡ് സമയത്ത്, അതിൽ നിന്ന് 34-ന് താഴേക്കെത്തി, അല്ലെങ്കിൽ 34-ലേക്ക് എത്തി. സാർ, UP, രാജസ്ഥാൻ തുടങ്ങിയ സ്റ്റേറ്റുകൾ, ബീഹാറിനൊക്കെ നമ്മളെക്കാളും വളരെ വ്യത്യാസമില്ല സാർ. അങ്ങനെ ഈ സ്റ്റേറ്റുകൾ നിൽക്കുമ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ചുമതലയേറ്റെടുത്ത ആൾ കേരളം നന്നാക്കാൻ വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കേരളത്തെപ്പറ്റി മനസ്സിലാക്കിയതിന് പ്രശ്നമുണ്ട്. സാർ, കേന്ദ്രത്തിൻ്റെ ആകെ കടം 155.11 ലക്ഷമാണ്. ഇവിടെ ഈ നിയന്ത്രണം വേണമെന്ന് സ്പീക്കർ പറഞ്ഞതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ട്രഷറി ബില്ല് മാറുന്നില്ല എന്നുള്ള കാര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ക്യൂവിലേക്ക് പോകുന്നതാണ് ബില്ലുകൾ പലതും. സാർ, ഞാനത് പറയാം. ഈ കേന്ദ്രത്തിൻ്റെ കടം ഞാനീ പറഞ്ഞ 58%. 58% ഉള്ളപ്പം കേരളത്തിൻ്റെ ഇത് 34%. സാർ, ഈ 58% കേന്ദ്രത്തിൻ്റെ പദ്ധതി മറ്റ് സംസ്ഥാനങ്ങളുടെ എല്ലാം ഉള്ളതെന്ന് കേരളത്തിലെ കാര്യം എന്ന് പറയാം. എന്ന് മാത്രമല്ല, കേരളത്തിലെ ആശാ വർക്കേഴ്സ്, അംഗൻവാടി, സ്കീം വർക്കേഴ്സിനെല്ലാം ഇവിടെ കൊടുക്കുന്നതിൻ്റെ എത്രയോ കുറവാണ് ഈ സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്നത്. അത് നമുക്കെല്ലാം അറിയുന്നതാണ്.
അങ്ങനെ ഒരാൾ വന്നിട്ട് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു രാജസ്ഥാൻ്റെ കടം. സാർ, GSDP റേഷ്യോ അവിടെ 36, കേരളത്തെക്കാളും കൂടുതലാണ്. ചിലപ്പോൾ നാളെ പറയും കുറച്ചു കാലം കോൺഗ്രസ് ആയിരുന്നു അവിടെ ഭരണത്തിൽ നിന്ന്, കാരണം ഇപ്പോഴാണല്ലോ BJP വീണ്ടും വന്നത്. അവർ പറയും, BJP പറയുന്നത് ആദ്യം പറഞ്ഞു. ബീഹാറിൻ്റെ 35.7 സാർ. ഉത്തർപ്രദേശിൻ്റെ 33%. സാർ, കഴിഞ്ഞ കുറേ വർഷമായിട്ട് നമുക്ക് എത്രത്തോളം വെട്ടിക്കുറച്ചു എന്ന് ഞാനിവിടെ പറഞ്ഞല്ലോ. വെട്ടിക്കുറച്ചിട്ട് നമ്മൾ ഈ ലെവലിൽ പിടിച്ച് നിൽക്കുകയാണ്. സാർ, കേരളത്തിൻ്റെ ഓരോ സംസ്ഥാനങ്ങളുടെ കടത്തിൻ്റെ തുകയുണ്ട്, ഞാനത് പറയുന്നില്ല. കാരണം കേന്ദ്രം 155 ലക്ഷമാണെങ്കിൽ കേരളത്തിന് 4.7 ലക്ഷം കടമുണ്ട്, തമിഴ്നാടിനുണ്ട്, അങ്ങനെ ഓരോ സംസ്ഥാനത്തിൻ്റെ. സാർ, ഇതിനകത്ത് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതും പുറത്തു പറയേണ്ട ഒരു വിഷയം പറയും. ഇതിനകത്ത് സഭയ്ക്കകത്ത് പറഞ്ഞെന്തായിക്കോട്ടെ. സാർ, കേരളത്തിന് കിട്ടിയത് ഈ വർഷം 24,772 കോടിയാണ് ഡിവിസീവ് പൂളിൽ നിന്ന് കിട്ടിയത് തുക. പെർസെൻറ്റേജ് ഞാൻ വിടുന്നു തുക. ഉത്തർപ്രദേശിന് കിട്ടിയത് 2.3 ലക്ഷം കോടിയാണ്. വലിയ സംസ്ഥാനമാണ്, നമ്മളെക്കാളും ജനസംഖ്യ 7 മടങ്ങുണ്ട്. പക്ഷേ നമുക്ക് കിട്ടുന്നത് അവരുടെ 7 മടങ്ങാണെങ്കിൽ ഇത് വരില്ല. നമുക്ക് 24,772 കോടിയാണ്. ഉത്തർപ്രദേശിന് 2.3 ലക്ഷം കോടിയാണ്. ബീഹാറിന് 1.29 ലക്ഷം കോടിയാണ് ഈ വർഷം അവരുടെ ഡിവിസീവ് പൂളിൽ നിന്ന് കിട്ടുന്നത്. സാർ, ഒറീസയ്ക്ക് 58,270 കോടിയാണ്. നമുക്ക് 24,000, അവർക്ക് 58,000. സാർ, 2-3 ധനകാര്യ കമ്മീഷൻ്റെ മുമ്പ് കാലം വരെ ഏകദേശം കേരളത്തിനും ഒറീസയ്ക്കും ഒരേ പെർസെൻറ്റേജ് ആയിരുന്നു. അവിടുന്ന് ഒറീസയ്ക്ക് ഇപ്പോൾ 58,000 കോടി, കേരളത്തിന് ഇപ്പോൾ കിട്ടുന്നത് 24,000 കോടി. ഒറീസയ്ക്ക് ഖനിജ വിഭവങ്ങളിൽ നിന്ന് മാത്രം, അയണോറിൻ്റെ മറ്റുമൊക്കെ ആയിട്ട് മാത്രം 50,000 കോടി ഒരു വർഷം അഡീഷണൽ കിട്ടുന്ന അത്രയും വരുമാനമുള്ള സ്റ്റേറ്റാണ്. അവർക്ക് കിട്ടുന്നത് ഇതാ നമ്മുടെ പെർസെൻറ്റേജ് കുറഞ്ഞതിൻ്റെ ഭാഗമായി നമുക്കും അവർക്കും തുല്യമായിരുന്നത്, അല്ലെങ്കിൽ ഏകദേശം എടുത്തായിരുന്നത് നമ്മൾ നേരെ പകുതിയായി. സാർ, മധ്യപ്രദേശിന് 1.01 ലക്ഷം കോടിയും രാജസ്ഥാൻ 77,548 കോടിയും. ജനസംഖ്യയും ഇതോടെ വെച്ച് നോക്കിയാൽ അറിയാം എത്രത്തോളം വ്യത്യാസം നമുക്ക് ന്യായമായി കിട്ടേണ്ടത് കിട്ടുന്നില്ല. സാർ, ഇതാണ് ഈ ഒരു സ്ഥിതി നിൽക്കുമ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയെപ്പറ്റി മറ്റു കാര്യത്തെപ്പറ്റി പറയുന്നു. സാർ, കേരളത്തിൽ എല്ലാ മേഖലയിലും നേരത്തെ ഇവിടെ ഇന്ത്യ ടുഡേയുടെ കാര്യം പറഞ്ഞല്ലോ. കേരളത്തിൻ്റെ വിവിധ മേഖലകളിലെ നേട്ടങ്ങളെപ്പറ്റി ദിവസവും വരുന്ന റിപ്പോർട്ടുകൾ നമുക്കെല്ലാം അഭിമാനമുള്ളതാണ്. ഇന്നലെ ഇവിടെ പറഞ്ഞതുപോലെ ഇടതുപക്ഷം മാത്രം അവകാശപ്പെടുന്ന, ഞങ്ങൾ മാത്രം അവകാശപ്പെടുന്നില്ല. ഇടതുപക്ഷത്തിന് അതിനകത്ത് വളരെ വലിയ അടിസ്ഥാനമുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയമുള്ള ഈ സംസ്ഥാനത്തെ അങ്ങനെ ഉള്ളൂ എന്നുള്ള കാര്യമുണ്ട്. ഇടതുപക്ഷവും കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ UDFനും അവകാശപ്പെടാനുണ്ട്, അവകാശപ്പെട്ടോളൂ. പക്ഷേ ഈ ഇടതുപക്ഷം ഇങ്ങനെ കൊണ്ടുവരുന്ന കേരളത്തിലെ ഇന്ത്യയിൽ ഏറ്റവും മാതൃകയായി നിൽക്കുന്ന ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ നെഗറ്റീവായിട്ട് കാര്യം വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് ഈ കാര്യങ്ങൾ പറയണം. ഞാൻ കിഫ്ബിയുടെ മറ്റു കാര്യങ്ങളൊന്നും എടുത്ത് പറയുന്നില്ല. സാർ, ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് സംസാരിക്കുമ്പോൾ ഈ നിയമത്തിനകത്തുള്ള കാര്യങ്ങളെപ്പറ്റി ചില കാര്യങ്ങൾ വന്നിരുന്നു. അതിനകത്ത് സാർ, ഈ കോടതി ഫീസിൻ്റെ കാര്യം നമ്മൾ ഇവിടെ ചർച്ച ചെയ്തു. ആ കോടതി ഫീസിൻ്റെ കാര്യത്തിനകത്ത് വളരെ ഗൗരവകരമായ ചർച്ച നടന്നു. നമ്മൾ ഒറ്റയ്ക്കല്ല തീരുമാനിച്ചത്. അത് കോടതിയുടെ പൊതുവിലെ അഭിപ്രായം കേട്ടിട്ട് ഒരു കമ്മീഷൻ വെച്ചിട്ടാണ് ജസ്റ്റിസ് VK മോഹൻ അധ്യക്ഷനായിട്ടുള്ള ലോ സെക്രട്ടറിയും മറ്റ് നിയമരംഗത്തെ പണ്ഡിതന്മാരും ഫൈനാൻസ് സെക്രട്ടറി എല്ലാം അടക്കമുള്ള കമ്മിറ്റി അവർ വളരെ വിശദമായി 1 വർഷക്കാലം സ്റ്റഡി നടത്തിയിട്ട് കൊണ്ടുവന്നതാണ്. അത് ഞങ്ങൾ സബ്ജക്ട് കമ്മിറ്റി വീണ്ടും വിശദമായി ചർച്ച ചെയ്തു. അതിനകത്ത് ഇവിടെ പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. ഞങ്ങളവിടെ ആ കമ്മിറ്റിക്കകത്ത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഇവിടെ വിയോജന കുറിപ്പ് കൊടുത്ത അംഗങ്ങളും ഭരണപക്ഷം എല്ലാവരും ഉണ്ടായിരുന്നതാണ്. അതിനകത്ത് പറഞ്ഞതിനകത്ത് ഒരു കാര്യം ഒരു ഔദ്യോഗിക അമെൻമെൻറ്റായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞോട്ടെ. അത് അല്ലെങ്കിൽ ഔദ്യോഗിക അമെൻമെൻറ്റായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അത് ഈ നമ്മുടെ കോടതിയിൽ, മുനിസിപ്പൽ കോടതിയിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രിമിനൽ കേസ് കൊടുക്കുമ്പോൾ 50 രൂപ ഒരാൾക്ക് ഫീസ് കൊടുക്കണം. അത് സബ്ജക്റ്റ് ടു എ മാക്സിമം ഓഫ് 250 കാരണം ചിലപ്പോൾ 10, 20, 30 പ്രതികളൊക്കെ ആവാം നമ്മൾ കേസിനകത്ത്. അങ്ങനെയാണെങ്കിൽ 250 രൂപ ഫീസുള്ളൂ. എന്നാൽ അത് നമ്മൾ പൊതുവെ അംഗീകരിക്കുമ്പോൾ തന്നെ ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും ആ ലിമിറ്റ് ഇതിനകത്ത് ഇല്ല. അതൊരു ഒഫീഷ്യൽ അമെൻമെൻറ്റായിട്ട് കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ടു എ മാക്സിമം ഓഫ് 500 ഡിസ്ട്രിക്ട് കോടതിയിലും 1000 ഹൈക്കോടതിയിൽ എന്ന നിലയിലൊരു അമെൻമെൻറ്റായിട്ട് അത് ഒഫീഷ്യൽ അമെൻമെൻറ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് സാർ. അപ്പോൾ അത് ആ കോടതിയുടെ ഫീസിൻ്റെ കാര്യത്തിൽ ബാക്കി വിശദമായ ചർച്ചകൾ നമ്മൾ നടത്തുകയാണ്. പിന്നെ വനിതാ ട്രാൻസ്ജെൻഡർ ആ മേഖലയിൽ നമുക്ക് തുടർന്ന് പരിശോധിക്കാവുന്നൊരു പ്രപ്പോസലുണ്ട്. തുടർന്ന് പരിശോധിച്ച് നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാം. സാർ, വാഹന നികുതിയുടെ കാര്യത്തിനകത്ത് വലിയ തോതിലുള്ള വർധന വരുത്തിയിട്ടില്ല. വലിയ വിലയുള്ള വാഹനങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് ഇലക്ട്രിക് വാഹനങ്ങൾ. സാർ, നമ്മുടെ നാട്ടിൽ സാധാരണ വാഹനത്തിന് 20% പിന്നെ ഓൺ റോഡ് ടാക്സ് ഉണ്ട് വലിയ വാഹനങ്ങൾക്ക് റോഡിൽ. പക്ഷേ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് എല്ലാം 5% ആണ്. സാർ, 15 ലക്ഷത്തിൽ താഴെയുള്ളവർക്ക് 5% തന്നെ, 15 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയ്ക്കുള്ളവർക്ക് 8%, 20 ലക്ഷത്തിന് മേളിലുള്ള വാഹനങ്ങൾക്ക് 10% എന്ന നിലയിലാണ് മറ്റ് ചില സ്റ്റേറ്റുകൾ ഇപ്പോൾ ആ തരത്തിലേക്ക് ചില മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അത് വലിയ തോതിലേക്ക് ബാധ്യത വരുന്നുണ്ട് സാർ. സാർ, 3 ബില്ലുണ്ടേ സാർ. ഭൂനികുതി ഞാൻ ഒരുമിച്ച് കേൾക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പ്ലീസ് അതുകൊണ്ട് ഈ സമയം എല്ലാവർക്കും പോകേണ്ടതാണ്. 6 മണിക്ക് നമുക്ക് അവസാനിപ്പിക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ അത് കഴിഞ്ഞിട്ട് കേട്ടോളാം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാരിഫൈ ചെയ്യാമല്ലോ. വേറെ ഒന്നുമല്ല, എനിക്ക് തർക്കം ഉണ്ടായിട്ടല്ല സാർ.
നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും സംസാരിച്ച് സമയത്ത് തീർക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. സാർ, ഭൂനികുതിയുടെ കാര്യത്തിൽ 50% എന്ന് പറയുമ്പോൾ ശതമാനം പറയുമ്പോൾ നോക്കുമ്പോൾ വലുതായിട്ട് തോന്നും. പക്ഷേ സാർ, അതൊരു വലിയ തുകയുടെ വർധനയില്ല സാർ. അതിനകത്ത് 20 സെൻറ്റ് ഒരു പഞ്ചായത്തിലുള്ള ഒരാൾക്ക് 20 രൂപ അധികം വരും. 20 സെൻറ്റ് ഒരാൾക്ക് 20 രൂപ അധികം വരും. ആ തരത്തിലുള്ളൂ. ഭൂമി നികുതി ഒരു വർഷം 1000 കോടി രൂപ നമ്മുടെ ഡിജിറ്റലൈസേഷന് മാത്രം നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ മാറ്റിവെച്ചിട്ടുള്ളത് 1000 കോടി രൂപയോളാണ് ഡിജിറ്റലൈസേഷന് വേണ്ടി മാത്രം. സാർ, ഇതൊക്കെ റെക്കോർഡുകൾ പരിശോധിക്കാനുള്ള ഓഫീസ് ചെലവിന് പോലും ഒന്നും തികയുന്നതിനല്ല. പക്ഷേ കാലോചിതമായി ഈ റെക്കോർഡെല്ലാം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു വർധനയാണ്. 10 ഏക്കറുള്ള ഒരാൾക്കാണ് ഏകദേശം 1000 രൂപയ്ക്ക് അടുത്ത് വരിക. അല്ലാതെ അങ്ങനെ വലിയ വർധന ആ മേഖലയെ കൊണ്ടുവന്നിട്ടില്ല. കാലോചിതമായി കൊണ്ടുവരുന്നുണ്ട് സാർ. സാർ, പൊതുജനങ്ങളുടെ കാര്യങ്ങളൊന്നും ജനങ്ങൾ കാണുന്നില്ല എന്നാണ് ശ്രീ തിരുവഞ്ചൂർ അദ്ദേഹം പറഞ്ഞിട്ട് പോയി. പക്ഷേ പൊതുജനങ്ങളുടെ കാര്യമാണ് ഇതിനകത്തെല്ലാം ബഡ്ജറ്റിനകത്ത് ആകെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ചിലത് പറഞ്ഞു. ഈ ബംഗാളിനെ പറ്റിയുള്ള പുസ്തകത്തെപ്പറ്റി, ഗാങ്സ്റ്റർ സ്റ്റേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം ഒരു പുസ്തകം കൊണ്ടുവന്ന് ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ആ പുസ്തകത്തെപ്പറ്റി ഒന്നും പറയുന്നില്ല. സാർ, ബംഗാളിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ പറ്റി 4-5 വർഷം മുമ്പ് വന്നൊരു പുസ്തകം എന്നാണ് എൻ്റെ ധാരണ. ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല. 4-5 വർഷം മുമ്പ് വന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തെ സംബന്ധിച്ച് ഇവിടെ പറയുകയാണ്. അതിനെ സംബന്ധിച്ച് അദ്ദേഹം അതൊരു കമ്പാരിസൺ ഒന്നും കൊണ്ടുവരണ്ട. ബംഗാളിലെ ഏതായാലും ഗാങ്സ്റ്റർ സ്റ്റേറ്റ് ആയിരുന്നോ അല്ലയോ എന്നുള്ളതിന് ചില ഉദാഹരണങ്ങൾ ഇപ്പോൾ ഉണ്ട്. എന്തായാലും ബലാത്സംഗ കേസുകൾ പോലും രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാവാത്ത തരത്തിലേക്കുള്ള പരാതികൾ വരുന്നു എന്നുള്ളത് വാർത്തകൾ വരുന്നതാണ് സാർ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ. സാർ, അവിടെ സ്കൂളുകൾ 3-1 സ്കൂളുകൾ അടച്ചുപൂട്ടി സാർ. 6500 സ്കൂൾ അടച്ചുപൂട്ടി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്കൂളുണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ്. 6500 സ്കൂൾ അടച്ചുപൂട്ടി. അധ്യാപകരെയും പിരിച്ചുവിട്ടു. PSC വഴി കഴിഞ്ഞ 10 വർഷമായിട്ട് അങ്ങനെ കാര്യമായ അപ്പോയിൻമെൻറ്റേ ഇല്ല തുടങ്ങിയ കാര്യങ്ങൾ വരും. എന്തായാലും ഇപ്പോഴത്തെ സ്റ്റേറ്റാണ് നല്ലത് എന്ന് ശ്രീ തിരുവഞ്ചൂരിന് തോന്നുന്നെങ്കിൽ അദ്ദേഹത്തെ പറ്റി ഞാൻ എന്ത് പറയാനാണ്. പക്ഷേ അതൊന്നുകൂടെ മനസ്സിലാക്കി വെറും രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയരുത്. പിന്നെ അവിടുത്തെ ഈ ചിഹ്നത്തിൻ്റെ അരിവാൾ ചുറ്റിക നീലയുടെ പശ്ചാത്തലത്തിൽ നൽകി അത് മഞ്ഞ കളറാന്ന് തുടങ്ങിയ കാര്യങ്ങൾ. എന്തായാലും വളരെ സീരിയസ് ആയ ഒരു ബഡ്ജറ്റ് ചർച്ചയിൽ ധനകാര്യ ബില്ല് ചർച്ച ചെയ്യുമ്പോൾ തിരുവഞ്ചൂരിനെ പോലെയും അല്ലെങ്കിൽ മറ്റു പ്രഗത്ഭരായ നേതാക്കന്മാർക്ക് പറയാനുള്ള രാഷ്ട്രീയം ഇതുപോലുള്ള കാര്യമുള്ളൂ. വേറൊന്നും പറയാനില്ല. അവിടുത്തെ ഈ കളറിൻ്റെ കാര്യമൊക്കെയാണ് പറയുന്നത്, അല്ലാതെ വേറൊന്നും പറയുന്നില്ല. സാർ, ഈ ശ്രീ സംസുദീൻ പറഞ്ഞ ഇത് ഇലക്ഷൻ ബഡ്ജറ്റാണ്. ഒരു പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു കാര്യം കറക്റ്റാണല്ലോ. അനാവശ്യമായിട്ടൊരു പദ്ധതിയും പ്രഖ്യാപിക്കാതെ തന്നെ നല്ലപോലെ ജനങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നല്ലതാണ്. അനാവശ്യമായ പദ്ധതികൾ പ്രയോഗിക്കുകയല്ല, ചെയ്യുന്ന കാര്യങ്ങൾ നല്ലപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാർ. പിന്നെ പ്രാദേശികമായിട്ട് ഈ ഞങ്ങളെ പരിഗണിക്കുന്നില്ല എന്ന് കാസർഗോഡ് നിന്ന് ശ്രീ നെല്ലിക്കുന്ന് പറഞ്ഞു. അദ്ദേഹം ഇവിടെ ഇല്ല. അത് അടിസ്ഥാനമില്ലാത്ത കാര്യമാണ് സാർ. ഇവിടെ ഈ മെഡിക്കൽ കോളേജ് അടക്കം അവിടുത്തെ മറ്റാശുപത്രി അടക്കം ധാരാളം ഏറ്റവും കൂടുതൽ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതും കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതും അവിടുത്തെ ട്രാൻസ്ഫർ പോളിസിയിൽ ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നൊരു ജില്ല കാസർഗോഡ് തന്നെയാണ്. കാസർഗോഡ് ഉൾപ്പെടെ കാസർഗോഡും വയനാടും ഇടുക്കി അടക്കമുള്ള ജില്ലകൾക്ക് വേണ്ടി പ്രത്യേകം പ്രയോറിറ്റി കൊടുക്കാറുണ്ട്. കാസർഗോഡ് അങ്ങേയറ്റത്ത് നമ്മൾ അതിർത്തി പ്രദേശം എന്ന നിലയിൽ കൂടുതൽ താല്പര്യം കൊടുക്കുന്നുണ്ട്. ആ കാര്യത്തിനകത്ത് യാതൊരു സംശയവുമില്ല സാർ. അവിടെ ഈ കരാറുകാരിങ്ങനെ പണം കിട്ടാതെ ട്രഷറിയുടെ ഓഫീസിന് മുന്നിൽ കിടക്കുന്നൊക്കെ അതൊക്കെ ഒരു ആക്ഷേപഹാസ്യ നാടകത്തിനൊക്കെ പറ്റുന്ന ഡയലോഗ്. അങ്ങനൊന്നും ഒരു കാര്യമില്ല. ഇവിടെ നേരത്തെ ചോദിച്ചു, ശ്രീ ചാണ്ടി ഉമ്മൻ ചോദിച്ചല്ലോ ഈ ട്രഷറിയിൽ പണം കൊടുക്കാറുണ്ടോ എന്ന്. സാർ, ട്രഷറിയിൽ 25 ലക്ഷം രൂപ വരെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ കൊടുക്കുന്നതാണ്. 25 ലക്ഷത്തിന് മുകളിൽ ഒരു ക്യൂ സിസ്റ്റം ഉണ്ട്, ബിൽ ഡിസ്കൗണ്ടിങ് ഉണ്ടത്. ഇന്നലെയും ഇന്നുമായിട്ട് ബില്ല് ഏറ്റെടുക്കുന്നില്ല എന്നിവിടെ പറഞ്ഞു. അങ്ങനൊരു സ്ഥിതിയില്ല. ഒരു കാര്യം പറയാം, ഇന്നലെ വൈകിട്ട് രാത്രി 6 മണി കഴിഞ്ഞിട്ടാണ് നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള ഈ വർഷത്തെ ബോറോയിങ്ങിൻ്റെ ലാസ്റ്റ് തുക കിട്ടിയത്. ധനകാര്യ വകുപ്പിലെ ഒരു ഉത്തരവുണ്ട്. എല്ലാ ബില്ലുകളും മാർച്ച് 31-നാണ് സാധാരണഗതിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. നാളെ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ ആ ബില്ലുകളൊന്നും സ്വീകരിക്കുകയില്ല എന്നൊരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. അത് വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. ധാരാളം ആളുകൾ പരാതി പറയുന്നുണ്ട്. അത് മാർച്ച് 31-ാം തീയതി ഞങ്ങളുടെ ഗവൺമെൻറ് കാലത്ത് മാർച്ച് 31-ാം തീയതി രാത്രി 2 മണി 3 മണി വരെ ബില്ലുകൾ സ്വീകരിച്ചിരുന്നു. അങ്ങ് ഈ കാര്യത്തിൽ ഒരു പുനഃപരിശോധനയ്ക്ക് തയ്യാറാകുമോ? സാർ, ചോദിച്ചു. MLA ആസ്തി വികസന ഫണ്ട് 5 കോടി അനുവദിക്കുന്നതിൽ ഇപ്പോൾ 18% GST ആയിട്ട് പോകുന്നൊരു സ്ഥിതിയാണ്. ഇപ്പോൾ MP-മാർക്ക് GST ഒഴിവാക്കുന്നതിനെ കുറിച്ച് സെൻട്രൽ ഗവൺമെൻറ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഈ ആസ്തി വികസനം കൊണ്ട് അനുവദിച്ചത്. കാലാനുസൃതമായിട്ടുള്ള വർധനവ് ഈ കാലയളവിലൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ ഈ വർക്കുകൾ പലപ്പോഴും ഈ സമയബന്ധിതമായി അതിന് പണം കൊടുക്കാത്തത് കൊണ്ട് ഇപ്പോൾ GST ഇപ്പോൾ റേറ്റ് റിവിഷനും വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്.
പലപ്പോഴും ഈ പണം കൊടുക്കാത്തതുകൊണ്ട് 1.5 വർഷം 2 വർഷമായിട്ട് പണം കൊടുക്കാത്തതുകൊണ്ട് കരാറെടുക്കാൻ ആൾക്കാർ കിട്ടാത്തൊരു സ്ഥിതി കൂടി ഉണ്ട്. എം എൽ എമാർക്കൊക്കെ വലിയ നാണക്കേടാണ് സാർ. അതൊന്ന് ഒഴിവാക്കാൻ എന്തെങ്കിലും സാഹചര്യം? ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു കാര്യം ഡേറ്റിൻ്റെ സാർ, എല്ലാ വർഷവും ബില്ല് കൊടുക്കുന്നതിന് ഡേറ്റ് നിശ്ചയിക്കാറുണ്ട്. ഇപ്രാവശ്യം എന്താ വെച്ചാൽ 30-31 അവധിയായിപ്പോയി. അങ്ങനെ ഒരു പ്രായോഗിക പ്രശ്നം വന്നു. അല്ലെങ്കിൽ സാധാരണ ഇതിലൊരു മാർച്ച് 31 3 ദിവസം മുമ്പെങ്കിലും ബില്ല് സബ്മിറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഡേറ്റ് പറയും. പക്ഷേ പണം മാറ്റി കൊടുക്കുന്നത് 31 തീയതി വരെ കൊടുക്കുമെന്നുള്ളതിന് തർക്കമില്ല. അപ്പോൾ ബില്ല് പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ഒരു ഘട്ടമുണ്ട്. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടിക്കുരിഞ്ഞ് ഇതെല്ലാം കൂടെ സ്റ്റക്കായിട്ടുള്ള പ്രശ്നം വരും. കഴിഞ്ഞ പ്രാവശ്യം ചാലക്കുടി ട്രഷറിയിലൊക്കെ ഒരു ബുദ്ധിമുട്ടൊന്നും ഓർമ്മയുണ്ടല്ലോ. ചാലക്കുടി ട്രഷറി ചാലക്കുടി ട്രഷറിയിൽ അവസാനം പറ്റുപലയിടത്തും വന്നില്ല. 1-2 ട്രഷറികളിൽ അവസാനം വന്നപ്പോൾ വടകര വന്നു. അവസാനം സിസ്റ്റം വന്നിട്ടെല്ലാം അങ്ങ് സ്റ്റക്കാവുന്ന സ്ഥിതി വന്നു. അതുകൊണ്ട് ബില്ല് നേരത്തെ അവർ കൊടുക്കാൻ വേണ്ടി പറയുന്നതാണ്. അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഇന്നലെ രാത്രിയിലാണ് സാർ റിസർവ് ബാങ്കിനകത്ത് പ്രത്യേക അനുവാദം കൊടുത്ത് രാത്രി തന്നെ അപേക്ഷ കൊടുത്തിട്ടാണ് നമ്മൾ ബോറോയിങ് ലാസ്റ്റ് സ്റ്റാൻസ് എടുത്തത്. എന്നാൽ പോലും അതും കിട്ടിയിട്ടുണ്ട്. നമുക്കതെല്ലാം കൊടുക്കാൻ പറ്റും. അങ്ങനെ തടസ്സം വരുന്നതില്ല. പിന്നെ പണത്തിൻ്റെ കാര്യത്തിൽ ആ ഒരു നിയന്ത്രണമില്ല. ഈ പറഞ്ഞ പ്രായോഗിക പ്രശ്നം അങ്ങ് ഇവിടെ ഉന്നയിച്ചതും ഈ പറഞ്ഞ കാര്യങ്ങൾ അവിടെ നമുക്ക് ഉന്നയിക്കാം. അവരോട് പറയാം എങ്ങനെ അവർക്ക് ബുദ്ധിമുട്ട് വരാതെ പരമാവധി ബില്ലുകൾ. പക്ഷേ നേരത്തെ തന്നെ ഈ സെക്രട്ടറി കൊടുത്തിരുന്നു ബില്ല്. അവർ 31 തീയതി വരെ വെച്ച് എഴുതാനായിട്ട് താമസിപ്പിക്കേണ്ട കാര്യമില്ല. അവർ നേരത്തെ ആ ബില്ല് എഴുതി കൊടുക്കണമെന്ന് പറയുന്നത് തെറ്റല്ലല്ലോ. ആ ബില്ല് എഴുതി അവിടെ സബ്മിറ്റ് ചെയ്യണമെന്നാണ്. പണം കൊടുക്കുന്നതിന് തടസ്സമില്ല. ബില്ല് നേരത്തെ കൊടുക്കാതെ അവസാനം കൊണ്ടുവന്ന് ഇതിൻ്റെ കവറിംഗ് ഷീറ്റ് മാത്രം കൊടുത്തിട്ടൊക്കെ പോകുന്ന പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. കവറിംഗ് ഷീറ്റ് കൊടുക്കും, എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് കൊടുക്കില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നേരത്തെ പറയുന്നതാണ്. അല്ല, സമയം ഇതെല്ലാം നമുക്ക് എല്ലാം നോക്കാം. കാരണം ഈ സമയത്തിന് 6 മണിക്ക് മുമ്പ് ബില്ല് തീർച്ചില്ലെങ്കിൽ മന്ത്രി കൺക്ലൂഡ് ചെയ്യട്ടെ. അല്ല, അത് കറക്റ്റ്. ഞാൻ പറഞ്ഞത് ഇത് പറഞ്ഞ കാര്യം അവിടെ ശ്രദ്ധപ്പെടുത്താം. പ്രായോഗികമായി പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തായാലും 26 തീയതിക്ക് മുമ്പ് കൊടുക്കാമെന്ന്, അല്ലെങ്കിൽ 27 മുമ്പ് കൊടുക്കാൻ പറഞ്ഞാൽ അവർ കൊടുത്താൽ പണം കൊടുക്കുമല്ലോ. അത് നമുക്കത് എത്രയും പെട്ടെന്ന് അത് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം സാർ. പിന്നെ ഇവിടെ ഈ വിലക്കയറ്റത്തിൻ്റെ കാര്യം ആ പറഞ്ഞൊന്നും അത്രയും ശരിയായ കാര്യമല്ല. 800 രൂപ കാപ്പിപ്പൊടി, 300 രൂപ വെളിച്ചെണ്ണ എന്നൊക്കെ ഇവിടെ ആ സമയത്ത് മന്ത്രി ഇല്ലായിരുന്നു. ഇങ്ങനൊരു വലിയ ലിസ്റ്റ് പറഞ്ഞു. എന്തായാലും ലേറ്റസ്റ്റ് കണക്കനുസരിച്ചിട്ട് കിട്ടിയ കണക്കുകളെല്ലാം ശരിയാണെന്ന് നോക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ തരത്തിൽ എന്തായാലും ഇന്ത്യയിൽ ഏറ്റവും വിലക്കയറ്റം കുറവുള്ള സംസ്ഥാനങ്ങളിലൊന്ന് കേരളമായിരുന്നു. കഴിഞ്ഞ മാസത്തെ സപ്ലൈകോ കടയിൽ 232 രൂപയ്ക്കാണ് വെളിച്ചെണ്ണ കൊടുക്കുന്നത്. പറഞ്ഞത് സപ്ലൈകോയുടെ കടകളിൽ വലിയ തോതിൽ മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥാപനമാണ് സപ്ലൈകോ. അതിനകത്ത് 232 രൂപയാണ് വെളിച്ചെണ്ണയ്ക്കുള്ളത് എന്നുള്ള സപ്ലൈകോയിൽ അദ്ദേഹം പറഞ്ഞത്. മറ്റ് സാധനങ്ങൾക്ക് ആ വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിൽ മന്ത് ടു മന്ത് നമുക്ക് 0.5% ഇൻഫ്ലേഷൻ ഉണ്ട് ഈ മാസം. പക്ഷേ ഇന്ത്യയിൽ കഴിഞ്ഞ നാളുകളിൽ ഇപ്പോൾ നോക്കിയാൽ പോലും ഇൻഫ്ലേഷൻ്റെ കാര്യത്തിൽ ഏറ്റവും കുറഞ്ഞു നിൽക്കുന്നൊരു സംസ്ഥാനം തന്നെയാണ്. റിസർവ് ബാങ്കിൻ്റെ കണക്കുകളും മറ്റ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സും അനുസരിച്ച് വന്നത് അങ്ങനെയാണ് സാർ. ധനകാര്യ കമ്മീഷനിൽ നമുക്ക് കിട്ടിയത് 24,000 കോടി എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങ് നിയമസഭയിൽ നൽകിയ ഉത്തരത്തിൽ 90,000 കോടി ലഭിച്ചു എന്നുള്ളതാണ്. അതിൽ ഏതാണ് ശരിയെന്ന് അറിയാനാണ്. 15ാം ധനകാര്യ കമ്മീഷന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ടാക്സ് ഡെവല്യൂഷൻ ഉണ്ട് ഓരോ മാസവും തരുന്നത്. 1.92% പെർ ഇയർ എന്ന് പറയുമ്പോൾ ഈ വർഷം കിട്ടിയത് 2,24,000 സംതിങ് എന്നാണ്. ഇതേ വർഷം ഒറീസയ്ക്ക് കിട്ടിയത് ഞാൻ പറഞ്ഞു. 5 വർഷത്തെ കൂട്ടിയിട്ടല്ല. മറ്റേത് ഈ RD ഗ്രാൻഡ് വേറെ. ഇതെന്ന് പറഞ്ഞാൽ ഓരോ വർഷവും നമുക്ക് അവർക്കൊരു എസ്റ്റിമേറ്റ് ഉണ്ട്. ഈ വർഷം നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിന് ആകെ വരാൻ പോകുന്ന ഡെവല്യൂഷന് കിട്ടാവുന്ന തുക, അതിൽ നിന്ന് കേരളത്തിന് വെച്ചേക്കുന്ന 24,000 കോടിയാണ്. അതേസമയം ഒറീസയ്ക്ക് വെച്ചതിൻ്റെയാണ് ഞാൻ നേരത്തെ മറ്റ് സ്റ്റേറ്റുകൾ പറഞ്ഞത്. അല്ലാതെ ഒരുമിച്ചല്ല. ഈ കണക്ക് അതാണ്. ചുരുക്കുന്നതാണ് നല്ലത്. ഞാൻ എന്തായാലും ഓരോന്ന് പറയുമ്പോൾ ഞാൻ മറുപടി പറഞ്ഞല്ലേ. ഇത് സഭ നമുക്ക് ഞാൻ പെട്ടെന്ന് അവസാനിക്കും. ഞാൻ അധികം ഒന്നും പറയുന്നില്ല. ബഹുമാനപ്പെട്ട അംഗം 3 ബില്ലുകളുണ്ട്. എം എൽ എമാരുടെ കാര്യം ഇവിടെ പറഞ്ഞ സാർ, എം.എൽ. എമാരുടെ കാര്യം പറഞ്ഞതിനകത്ത് DSRന്റെ കാര്യം നേരത്തെ പറഞ്ഞു. DSRന്റെ കാര്യത്തിനകത്ത് ഈ പ്രായോഗികമായ പ്രശ്നം വന്നു. അത് എം എൽ എമാർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങ് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അത് തന്നെ ആയിരിക്കും. ശ്രീ മോൻസ് ജോസഫ് പറഞ്ഞു. അത് സംബന്ധിച്ച് ആ വന്ന പ്രായോഗിക പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടൊരു പറഞ്ഞിട്ടുണ്ട്, ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഫയൽ വരുമ്പോൾ പ്രായോഗികമായിട്ട് ആ DSR റേറ്റിൻ്റെ ഇൻക്രീസ് വരുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ ചെയ്യാം. പിന്നെ എം എൽ എമാരുടെ ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞു. എം എൽ എമാരുടെ ഫണ്ടിൻ്റെ കാര്യത്തിൽ സാർ ഈ വർഷം തന്നെ നവകേരള പദ്ധതി എന്ന് പറഞ്ഞിട്ട് 7 കോടി രൂപ ഒരു മണ്ഡലത്തിന് വെക്കുന്നുണ്ട്. ഗ്രാമീണ റോഡുണ്ട്. ഏറിയാലും കുറഞ്ഞാലും എല്ലായിടത്തും ഗ്രാമീണ റോഡെന്ന് പറഞ്ഞാൽ വലിയ തുകയല്ലേ സാർ. ഇത്രയും തുക ഒരു വർഷം അഡീഷണൽ വരുമ്പോൾ വീണ്ടും നമ്മളിതെല്ലാം നമ്മുടെ മണ്ഡലങ്ങളിൽ തന്നെയാണ്. ആ വർക്ക് വരുന്നത് കൊണ്ടാണ് നമുക്കത് വർദ്ധിപ്പിക്കുന്നതിൻ്റെ, അല്ലാതൊരു വേറെ പ്രശ്നമല്ല. പ്രായോഗികമായിട്ട് അതെല്ലാം വർദ്ധിപ്പിച്ചെടുക്കാനുള്ള പ്രശ്നമുണ്ട്. GSTയുടെ കാര്യത്തിനകത്ത് എല്ലാവരും നേരത്തെ 12% നേരത്തെ GST 12% ഇപ്പം 6% വർദ്ധിച്ചെന്നേ ഉള്ളൂ. അതിനകത്ത് ആ വർധന വേറെ ഒന്നും നമുക്കതിനകത്ത് പിന്നെ കൂട്ടാൻ പറ്റുന്നില്ല. അത് പൊതുവിലുള്ള നിയമം അനുസരിച്ചുള്ള സാർ. ഈ പ്രവർത്തനങ്ങൾ പൊതുവിൽ
സംസ്ഥാനത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്ന പ്രവർത്തനങ്ങളാണ്. അതിനകത്ത് ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള ഏറെ നല്ല കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് വിഴിഞ്ഞം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ വിഴിഞ്ഞത്തിൻ്റെ കാര്യം മാത്രം പറയരുതെന്ന് അവിടുന്ന് പറയുന്നത് കേട്ട്. ഈ മറ്റേ സന്ദേശ സിനിമയിലെ ശ്രീനിവാസൻ പറഞ്ഞിട്ട് പോളണ്ടിൻ്റെ കാര്യം പറയരുതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നടത്തിയ നാഷണൽ ഹൈവേയുടെ കാര്യവും വിഴിഞ്ഞത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ എന്തിനാണ് അങ്ങനെ പറയുന്നത് എനിക്കറിഞ്ഞൂടാ. ഞങ്ങൾ മാത്രമായിട്ട് ഈ കാര്യം ഏറ്റെടുക്കാൻ ഞങ്ങളുടെ മാത്രമെന്ന് പറയുന്നില്ല, കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഗവൺമെൻറ്. പക്ഷേ കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് ഈ ഗവൺമെൻറ് കുറേയേറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മാറ്റമുണ്ട്. അത് കൂടുതൽ മെച്ചപ്പെട്ട തരത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകണം. അതിനകത്ത് ചില സീരിയസ് ആയ കൺസേൺ പലപ്പോഴും ഉന്നയിച്ചിട്ടുണ്ട്. ആ സീരിയസ് ആയ കൺസേണിനെ നോക്കിയിട്ട് അത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന തരത്തിലേക്കാണ്. അതുകൊണ്ട് സാർ ഈ ബില്ല് പാസ്സാക്കി തരണം എന്ന്. ശ്രീ AP അനിൽകുമാർ, അങ്ങയുടെ 1A നമ്പർ ഭേദഗതി പ്രൊസീഡ് ചെയ്യുന്നുണ്ടോ? ഭേദഗതി സഭ തള്ളിയിരിക്കുന്നു. ശ്രീ സേവ്യർ ചിറ്റിപ്പള്ളി, അങ്ങയുടെ 2B നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? സഭ അതിൻ്റെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2025 കേരള ധനകാര്യ ബിൽ പരിഗണനയ്ക്ക് എടുക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ, ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പരിഗണനയ്ക്ക് എടുക്കുന്നു. വകുപ്പ് തിരിച്ചുള്ള പരിഗണന. 2ാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതികൾ അവതരിപ്പിക്കാവുന്നതാണ്. 152, 154, 156, 160, 161, 162, 164, 165, 167 ശ്രീ മോൻസ് ജോസഫ്, യെസ്. 153, 155, 157, 166, 169 ശ്രീമതി KK രമ, യെസ്. 158, 168 ശ്രീ മഞ്ഞളാങ്കു അലി, നോട്ട് ഇൻ ദ സീറ്റ്. 163 ശ്രീ ചാണ്ടി ഉമ്മൻ, യെസ്. മിനിസ്റ്റർ ഇല്ല, രണ്ടാം ഖണ്ഡത്തിൽ സാർ 2ാം ഖണ്ഡത്തിൽ 2 ഔദ്യോഗിക ഭേദഗതിയുണ്ട്. അത് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. 500 ഞാൻ നേരത്തെ പറഞ്ഞ 500 200 ആവുന്നത്. അതുപോലെ വായിക്കണ്ടല്ലോ. 2ാം ഖണ്ഡത്തിലെ 1ഉം 2ഉം സബ്സെക്ഷനിൽ ഔദ്യോഗിക ഭേദഗതിയായിട്ട് വന്നിട്ടുള്ളതാണ്. യെസ്. ഭേദഗതി ചെയ്ത പ്രകാരമുള്ള 2ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാവുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ഭേദഗതി ചെയ്ത 2ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 3ാം വകുപ്പ് മിനിസ്റ്റർ. ഒന്നുമില്ല സർ. യെസ്. 3ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗം വന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 3ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 4ാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതി അവതരിപ്പിക്കാവുന്നതാണ്. 200, 230, 239, 255 പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, യെസ്. 204, 219, 234, 246, 259 ശ്രീ നജീബ് കാന്തോരം, യെസ്. 208, 221, 238, 253, 264 ശ്രീ എന്നെ നെല്ലിക്കുന്ന്, യെസ്. 213 ശ്രീ P അബ്ദുൽ ഹമീദ്, യെസ്, നോട്ട് ഇൻ ദ സീറ്റ്. 226, 244 ശ്രീമതി KK രമ, യെസ്. 262, 268, 269 മഞ്ഞളാങ്കുവേലി, നോട്ട് ഇൻ ദ സീറ്റ്. 270 ശ്രീ മോൻസ് ജോസഫ്, യെസ്. മിനിസ്റ്റർ. സാർ 268 ശ്രീ മഞ്ഞളാങ്കുഴി അലിയാണ്. അദ്ദേഹം ഇവിടെ ഇല്ല, അതുകൊണ്ട് ഔദ്യോഗിക ഭേദഗതിയായിട്ടുണ്ട്. യെസ്. ഭേദഗതി ചെയ്ത പ്രകാരമുള്ള മിനിസ്റ്റർ മൂവ് ചെയ്ത ഔദ്യോഗിക ഭേദഗതി ഒഴിച്ച് ബാക്കി എല്ലാ ഭേദഗതിയും തള്ളിയിരിക്കുന്നു. ഭേദഗതി ചെയ്ത പ്രകാരമുള്ള ഇനി 3ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാകുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 3ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 4ാം വകുപ്പ് യെസ്. 4ാം വകുപ്പ് വായിച്ചു, യെസ്. യെസ്. 5ാം വകുപ്പ് ഇനി പറയുന്ന ഭേദഗതി അവതരിപ്പിക്കാവുന്നത്. 271 ശ്രീ N ഷംസുദ്ദീൻ, യെസ്, നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ VC വിഷ്ണുനാഥ്, 278, യെസ്. 284 ശ്രീ M വിൻസെന്റ്, നോട്ട് ഇൻ ദ സീറ്റ്. മിനിസ്റ്റർ. ഒന്ന് സ്വീകരിക്കുന്നില്ല. യെസ്. എല്ലാ ഭേദഗതികളും തള്ളിയിരിക്കുന്നു. ഇനി 5ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാകുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 5ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 6ാം വകുപ്പ് ശ്രീ മോൻസ് ജോസഫ്, മിനിസ്റ്റർ. സാർ 6ാം ഖണ്ഡത്തിൽ ഔദ്യോഗിക ഭേദഗതി മാത്രമേ ഉള്ളൂ സാർ. മിനിസ്റ്റർ മൂവ് ചെയ്ത ഔദ്യോഗിക ഭേദഗതി ഒഴിച്ച് മറ്റ് ഭേദഗതികളും തള്ളിയിരിക്കുന്നു. ഇനി 6ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 6ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 7ാം വകുപ്പ് മിനിസ്റ്റർ. 7ാം വകുപ്പ് എല്ലാ ഭേദഗതിയും തള്ളിയിരിക്കുന്നു. ഇനി 7ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗം വന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 7ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 8 മുതൽ 10 വരെയുള്ള വകുപ്പ് ഭേദഗതിയില്ല. 8 മുതൽ 10 വരെയുള്ള വകുപ്പ് ഭേദഗതി ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 11ാം വകുപ്പ് ശ്രീമതി മിനിസ്റ്റർ. സ്വീകരിക്കുന്നില്ല. ഭേദഗതി തള്ളിയിരിക്കുന്നു. ഇനി 11ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗം വന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ 11ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 12 മുതൽ 18 വരെയുള്ള വകുപ്പുകൾ ഭേദഗതിയില്ല. 12 മുതൽ 18 വരെയുള്ള വകുപ്പുകൾ ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു.
19-ാം വകുപ്പ് 305 ശ്രീ റോജി എം ജോൺ, യെസ്. 307 ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, യെസ്. 309 ശ്രീ CR മഹേഷ്, നോട്ട് ഇൻ ദ സീറ്റ്. 311 ഡോക്ടർ മാത്യു കുഴൽനാടൻ, നോട്ട് ഇൻ ദ സീറ്റ്. മിനിസ്റ്റർ സ്വീകരിക്കുന്നില്ല. ഭേദഗതിയെല്ലാം തള്ളിയിരിക്കുന്നു. ഇനി 19-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമെന്ന പ്രശ്നം അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 10-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 20-ാം വകുപ്പ് ഭേദഗതി 20-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാകുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്ന 20-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 21-ാം വകുപ്പ് ഭേദഗതിയില്ല. 21-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 21-ാം വകുപ്പ് 21-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 21-ാം വകുപ്പ് 22-ാം വകുപ്പ് മിനിസ്റ്റർ സോറി 315 ശ്രീ സണ്ണി ജോസഫ്, യെസ്. 317 ശ്രീ റോജി എം ജോൺ, യെസ്. 319 ശ്രീ IC ബാലകൃഷ്ണൻ, യെസ്. നോട്ട് ഇൻ ദ സീറ്റ്. മിനിസ്റ്റർ സ്വീകരിക്കുന്നില്ല. 22-ാം വകുപ്പ് ഭേദഗതിയെല്ലാം തള്ളിയിരിക്കുന്നു. ഇനി 22-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്ന 22-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 23 24 വകുപ്പ് ഭേദഗതിയില്ല. 23 24 വരെ വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 23 24 വകുപ്പുകൾ ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 25-ാം വകുപ്പ്, യെസ്. 25-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാകുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ ഭേദഗതികളുണ്ട്. 321 ശ്രീ എൽദോസ് പി കുന്നപ്പള്ളിൽ, നോട്ട് ഇൻ ദ സീറ്റ്. 323 ശ്രീ ജെ വിനോദ്, നോട്ട് ഇൻ ദ സീറ്റ്. 325 ഡോക്ടർ മാത്യു കുഴൽനാടൻ, നോട്ട് ഇൻ ദ സീറ്റ്. മിനിസ്റ്റർ സ്വീകരിക്കുന്നില്ല. എല്ലാ ഭേദഗതിയും തള്ളിയിരിക്കുന്നു. ഇനി 25-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 25-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 26-ാം വകുപ്പ് മിനിസ്റ്റർ CR മഹേഷ് 327 എല്ലാ ഭേദഗതികളും തള്ളിയിരിക്കുന്നു. ഇനി 26-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാവുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 26-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 27-ാം വകുപ്പ് ഡോക്ടർ MK മുനീർ 329 നോട്ട് ഇൻ ദ സീറ്റ്. മിനിസ്റ്റർ 27-ാം വകുപ്പ് ഭേദഗതികളും തള്ളിയിരിക്കുന്നു. 27-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാവുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 27-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 28-ാം വകുപ്പ് ഭേദഗതിയില്ല. മിനിസ്റ്റർ 28-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 29-ാം വകുപ്പ് 330 ശ്രീ സജീവ് ജോസഫ്, നോട്ട്, യെസ്. 332 ശ്രീ P അബ്ദുൽ ഹമീദ്, നോട്ട് ഇൻ ദ സീറ്റ്. 334 ശ്രീ ഉബൈദുള്ള, നോട്ട് ഇൻ ദ സീറ്റ്. മിനിസ്റ്റർ സ്വീകരിക്കുന്നില്ല. 29-ാം വകുപ്പ് ഭേദഗതി തള്ളിയിരിക്കുന്നു. ഇനി 29-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാവുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 29-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 30-ാം വകുപ്പ് ഭേദഗതിയില്ല. 30-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കാവുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 30-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 31-ാം വകുപ്പ് ശ്രീ KP മജീദ് 336 തള്ളിയിരിക്കുന്നു, നോട്ട് ഇൻ ദ സീറ്റ്. ഈ 31-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമാക്കുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 31-ാം വകുപ്പ് ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. 1-ാം വകുപ്പ് പീഡികയും പേരും 103 118 ഡോക്ടർ MK മുനീർ, നോട്ട് ഇൻ ദ സീറ്റ്. 108 ശ്രീ P ഉബൈദുള്ള, നോട്ട് ഇൻ ദ സീറ്റ്. 112 ശ്രീ മോൻസ് ജോസഫ്, നോട്ട് ഇൻ, യെസ്. 113 ശ്രീ UA ലത്തീഫ്, നോട്ട് ഇൻ ദ സീറ്റ്. മിനിസ്റ്റർ ഒന്നും സ്വീകരിക്കുന്നില്ല. ഇനി എല്ലാ ഭേദഗതിയും തള്ളിയിരിക്കുന്നു. ഇനി 1-ാം വകുപ്പും പീഡികയും പേരും ബില്ലിൻ്റെ ഭാഗമാക്കാവുന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ 1-ാം വകുപ്പും പീഡികയും പേരും ബില്ലിൻ്റെ ഭാഗമായിരിക്കുന്നു. മിനിസ്റ്റർ 3-ാം വായന. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ 2025-ലെ കേരള ധനകാര്യ ബിൽ പാസ്സാക്കണമെന്ന് ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2025-ലെ കേരള ധനകാര്യ ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. യെസ്. ഇനി 2025-ലെ കേരള ധനകാര്യ ബിൽ പാസ്സാക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ പാസ്സായിരിക്കുന്നു. ഓർഡർ.